പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഫേബ സനീഷാണ്. പ്രിയ സഹോദരിയെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. നമ്മളൊരു ശ്രദ്ധയോടെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ പ്രിയ സഹോദരി ഫേബ സനീഷിന് തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. സിസ്റ്ററിനെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെയൊക്കെ ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും പാസ്റ്ററെ, ഞാൻ ഇപ്പോൾ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് റഷ്യയിലെ മോസ്കോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം എന്ന് പറയുന്നതായ സ്ഥലത്താണ് എൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോഴേ എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഞങ്ങള് വെറും സാധാരണ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഞങ്ങൾ 4 മക്കളാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും. ഞങ്ങൾ മൂത്തത് 2 പേരാണ്, ട്വിൻസ് ആണ് ഞങ്ങൾ 2 പേരും. ഞങ്ങളുടെ ഇളയത് ഒരു സഹോദരൻ, അതിന്റെ ഇളയ ഒരു സഹോദരി. അങ്ങനെ 4 മക്കളാണ് ഉണ്ടായിരുന്നത്. എൻ്റെ അച്ഛന്റെ ജോലി എന്ന് പറയുന്നത് ഈ കല്ലുവെട്ട്, കിണർമണി, അതൊക്കെയാണ് എൻ്റെ അച്ഛന്റെ ജോലി എന്ന് പറയുന്നത്. ഞങ്ങൾ മൂത്ത കുഞ്ഞുങ്ങൾ 2 ഈ ട്വിൻസ് ആയതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളെ കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം രോഗം വരുമ്പോഴേ 2 പേർക്കും ഒരുപോലെയാണ് രോഗം വരുന്നത്. എന്നാൽ നോക്കാനൊന്നും വേറെ ആൾക്കാരൊന്നുമില്ല. അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മ വളരെ ബദ്ധപ്പാട് ലായിരുന്നു. കാരണം അന്നത്തെ കാലം എന്ന് പറയുന്നത്, ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഓല കെട്ടിയ ഒരു വീട്, ചാണകം മെഴുകിയ തറയും ഈ മണ്ണ് കുഴച്ച ഭിത്തി ഉള്ള വീട്, മഴ പെയ്യുമ്പോൾ ചോറ് വലിക്കുന്ന വീടൊക്കെയാണ് ഞങ്ങളുടെ വീട്. അത് വർഷം തോറും അച്ഛൻ അധ്വാനിച്ച് കാശുണ്ടാക്കി അത് മേഞ്ഞ് അങ്ങനെയുള്ള ഒരു ഭവനത്തിലാണ് ഞങ്ങൾ ജനിച്ചത്, വളർന്നതുമൊക്കെ. ഞങ്ങളുടെ ബാല്യം എന്ന് പറയുന്നത് പട്ടിണിയൊക്കെ ഉണ്ട്. എങ്കിലും എൻ്റെ പിതാവ് ആവുന്നതോളം ഞങ്ങളെ നന്നായി തന്നെയാണ് ഞങ്ങളെ വളർത്തിയത്. ഒരു ബന്ധുക്കളുടെ ഒരിക്കലോ എങ്ങും ഞങ്ങളെ വിടാറില്ല. എൻ്റെ അധ്വാനത്തിൽ തന്നെ എൻ്റെ മക്കള് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ പോലും അങ്ങനെ അധികം ഞങ്ങളെ വിടാറില്ല. അങ്ങനെയായിരുന്നു എൻ്റെ പിതാവ്. അങ്ങനെ ഞങ്ങളുടെ അല്പം സ്വല്പമൊക്കെ മദ്യപിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഞങ്ങളെ നന്നായി നോക്കുകയൊക്കെ ചെയ്യും. എന്നാൽ കാലങ്ങൾ മുമ്പോട്ട് പോയപ്പോഴേ ഞങ്ങളുടെ വളർച്ചയൊക്കെ ഇങ്ങനെ പതിയെ പതിയെ ഞങ്ങളുടെ വിദ്യാഭ്യാസവും ഒക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ രോഗങ്ങളും, ഒരാൾക്ക് രോഗം വരുമ്പോൾ അടുത്ത ആൾക്കും വരും. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ 2 പേരെ ഒന്നിച്ചു കൊണ്ടുപോകണം. അമ്മക്ക് ഭയങ്കര ബദ്ധപ്പാടാണ്. ചിലപ്പോ അയൽവക്കത്തുള്ള ആന്റിമാരൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ചിലപ്പം ചോറൊന്നും വെക്കത്തില്ല കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ. കാരണം വിറകൊന്നുമില്ല, കരിയിലയൊക്കെ ഇട്ട് വേണം അന്ന് ആഹാരമൊക്കെ പാകം ചെയ്യാന്. അപ്പൊ ബുദ്ധിമുട്ടാണ്. പറമ്പിലൊക്കെ പോയി കരിയില, ഈ തേക്കിന്റെയും ആഞ്ഞിലിയുടെ ഇല അതൊക്കെ പെറുക്കിക്കൊണ്ട് വന്നാണ് അന്ന് ചോറൊക്കെ വെച്ചോണ്ടിരിക്കും. അപ്പം ഈ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ബദ്ധപ്പാടാണ്. അപ്പൊ ചിലപ്പോ അച്ഛൻ രാത്രിയാകും ജോലി കഴിഞ്ഞ് വരാൻ. ആ സമയം വരെ ഞങ്ങളെ കൊണ്ട് അമ്മ നോക്കിയിരിക്കും. വരുമ്പോ അച്ഛൻ വന്നു കഴിയുമ്പോൾ അച്ഛന്റെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അമ്മ ആഹാരമൊക്കെ ഉണ്ടാക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബാല്യം ഒക്കെ എന്ന് പറയുന്നത്, ചെറുത് ബാല്യം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഇളയത് 2 കുഞ്ഞുങ്ങളും ഉണ്ടായി. അവരും മുമ്പോട്ട് വന്നു. പതിയെ പതിയെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങളെ വിദ്യാഭ്യാസത്തിലേക്ക് ഞങ്ങൾ കടന്നു. സ്കൂളിലേക്കൊക്കെ പോകുന്ന കാലയളവായി. കുഴപ്പമൊന്നുമില്ല, അത് മുമ്പോട്ട് പോകുന്നു. എന്നാൽ അച്ഛന്റെ തന്നെ വരുമാനത്തിൽ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ അമ്മയും പതിയെ പതിയെ ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ പാടത്ത് പണിക്കും, ക്രഷറിലെ ജോലിക്കും ഒക്കെ ഇങ്ങനെ പതിയെ പതിയെ മൈക്കാട് പണിക്കും ഒക്കെ അമ്മയും പോയി തുടങ്ങി. അങ്ങനെ പോയി തുടങ്ങി. ഞങ്ങളുടെ വിദ്യാഭ്യാസവും കാലമൊക്കെ കഴിഞ്ഞു. 10ാം ക്ലാസ്സും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ നേഴ്സിംഗ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള, ശുശ്രൂഷിക്കുക എന്നത് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനിക്ക്. എൻ്റെ അച്ഛനെ പിതാവിനെ, ഗ്രാൻഡ് ഫാദറിനെ, 2 പേര്, അമ്മയുടെ അച്ഛനെ ഒക്കെ ഞാൻ ശുശ്രൂഷിക്കുമായിരുന്നു. എൻ്റെ പിതാവിന്റെ ഫാദർ ഇതുപോലെ പാരലൈസ് ആയി പോകുന്നു. ഞാൻ 9th പഠിക്കുന്ന സമയമാണ്.
സ്കൂള് കഴിഞ്ഞ് വന്ന നേരെ ഞാൻ ഓടിപ്പോകും. എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുക്കൽ പോകും ശുശ്രൂഷിക്കാൻ. അദ്ദേഹത്തെ കുളിപ്പിക്കുന്നതും മുടി വെട്ടിക്കും അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ശുശ്രൂഷിക്കുന്ന വലിയ അപ്പം ഈ നേഴ്സിംഗ് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞപ്പോഴേ അന്ന് കുറവലങ്ങാട് മേരിമാത എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടെ നേഴ്സിങ്ങിന് പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്റെ ഇളയ അമ്മാച്ചനും ഞാനും കൂടെ അവിടെ പോയി കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. ഞങ്ങള് പോകാനെല്ലാം റെഡിയായി ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു വിവാഹം വരുന്നത്. എന്റെ ഫാദറിന്റെ കൂട്ടുകാരന്റെ മകൻ തന്നെയായിരുന്നു. അതവൻ പറഞ്ഞു, എനിക്ക് ഇവളെ ഇഷ്ടമാണ്, ഞാൻ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമാണ്. അങ്ങനെ പറഞ്ഞു. ആ ഒരു ഇതും പ്രകാരം എന്റെ നേഴ്സിംഗിന്റെ പഠിത്തം എന്ന് പറയുന്നത് ഞാന് തയ്യാറാക്കി വെച്ച ബാഗൊക്കെ അന്നത്തോടു കൂടി കട്ടിലിന്റെ അടിയിലെ ആ പാക്ക് ചെയ്ത് കയറ്റി വെക്കുവാനിടയായി തീർന്നു. അങ്ങനെ അന്ന് എനിക്ക് 18 വയസ്സാണ്. വിവാഹമൊക്കെ അത് കഴിഞ്ഞ് വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന് ജോലി വയനാട്ടിലായിരുന്നു. ഞങ്ങൾ വയനാട്ടിലേക്ക് പോയി. കുഴപ്പമില്ലാതെ സന്തോഷകരമായ ജീവിതം മുമ്പോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കലെ എന്റെ ഹസ്ബൻഡ് എന്നെ അവിടെ ആക്കിയേച്ച് നാട്ടിൽ വന്നു. എന്റെ വീട്ടിൽ വന്നു. വീട് വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു വന്നു. വന്നു കഴിഞ്ഞപ്പോഴേ എന്റെ ഒരു അമ്മാച്ചൻ അവിടെ വയനാട്ടിൽ താമസിക്കുന്നുണ്ട്. ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ഫാദറിന് എന്തോ അപകടം പറ്റി എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ, എന്നോട് ഇവര് പറയുന്നില്ല എന്താന്ന് ഞാൻ പിന്നെ ചോദിച്ചു. അന്നേരമാണ് പറയുന്നത്, അച്ഛൻ അന്നേരം കിണറിന്റെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കിണറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ കയറിൽ നിന്നുള്ള പിടി വിട്ട് താഴേക്ക് പോയി. അദ്ദേഹം താഴേക്ക് വീണ് ഈ കൊട്ടയിൽ കൊളുത്തുന്നതായ കൊളുത്ത് അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങളിലെ കയറുവാനും അങ്ങനെ 10-12 സ്റ്റിച്ചുമായി ഒരു 3 മാസത്തോളം അദ്ദേഹം ബെഡിൽ തന്നെയായിരുന്നു. അങ്ങനെ ആയപ്പോ അദ്ദേഹത്തിന് ജോലിക്ക് ഒന്നും പോകാൻ പറ്റാത്തതായ ഒരു സാഹചര്യം വന്നു. അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ പോകണം, എനിക്ക് അച്ഛനെ അമ്മയൊക്കെ കാണണം എന്ന് ഞാൻ വല്ലാതെ വാശി പിടിച്ചപ്പോഴേ എന്റെ നിർബന്ധപ്രകാരം അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വീട്ടിൽ പോയി അച്ഛനെയൊക്കെ കണ്ടു. കണ്ടുവച്ച് തിരിച്ചു പോയിട്ട് പിന്നെയും ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം കുറച്ചു നാള് നാട്ടിലെ നിന്നു. അങ്ങനെ നിൽക്കുന്നതായ സമയത്താണ് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എനിക്കൊരു കല്യാണമുണ്ട്, ഞാനിപ്പോ കല്യാണത്തിന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് അന്നേരമാണ് മനസ്സിലായത്. ഞാൻ അങ്ങനെ 3 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറെയൊക്കെ കണ്ടു മരുന്നൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് എനിക്കൊരു കല്യാണമുണ്ട്, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഡ്രസ്സ് എല്ലാം എടുത്ത് ഞങ്ങൾ അന്ന് ഡ്രസ്സൊക്കെ വിശേഷങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ അടുത്തൊരു തേക്കുന്ന ഒരു കടയുണ്ട്, അവിടെ കൊണ്ടുപോയി തേക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹം ഡ്രസ്സെല്ലാം കൊണ്ടുപോയി കൊടുത്തു. കല്യാണത്തിന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. കല്യാണം അത് കഴിഞ്ഞ് അന്ന് ഫോണൊന്നുമില്ല, നമുക്ക് ഫോണൊന്നുമില്ല, അന്ന് കൂടുതൽ ലെറ്ററുകളാണല്ലോ. ഫോൺ ഇന്നത്തെ പോലുള്ള ഫോണോ ഒന്നുമില്ല. ലാൻഡ് ഫോൺ ആണെങ്കിലും ചുരുക്കം ചില വീടുകളിലേ ഉള്ളൂ, എല്ലാ വീടുകളിലും ഒന്നുമില്ല ലാൻഡ് ഫോൺ ആണെങ്കിൽ പോലും. അടുത്തുള്ള ഒരാളോട് പറഞ്ഞു വിട്ടു, ഞാൻ വയനാട് വരെ പോവാ, 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വന്നേച്ച് പറഞ്ഞു, ഇടി കൊച്ചെ ഇതുപോലെ അവനെ ഇവിടെ വയനാട് വരെ പോവുക. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല, ഒരു മറുപടിയുമില്ല. എന്താണ് എവിടെയാണ് ഒന്നും അറിയത്തില്ല, ഒരു വിവരവുമില്ല. അങ്ങനെ മാസങ്ങള് കുറച്ച് കഴിഞ്ഞ് ഒരു 4 മാസമായി, 5 മാസം ആകാറായി. അന്നേരം എല്ലാരും ഉറപ്പിച്ച് ഇനി അവൻ തിരിച്ചു വരികയില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. അന്നേരം എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നിന്റെ ഇളയത്തുങ്ങള് 2 പെൺപിള്ളേരുണ്ട്, ഒരു ആൺകുഞ്ഞുണ്ട്, അവർക്ക് ഒരു ഭാവിയുണ്ട്. നീ ഒരു അവസ്ഥയിൽ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴേ അത് അവരുടെ ഭാവിയെ കൂടെ ദോഷം ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്റെ കണ്ണിൽ നിന്ന് മടുമടാന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. എനിക്ക് തിരിച്ച് ഇവരോടൊന്നും പറയാൻ പറ്റില്ല. കാരണം അമ്മ തന്നെയാണ് കുടുംബം പോറ്റുന്നത്, അച്ഛന് ജോലി ചെയ്യാൻ വയ്യ. അപ്പൊ അവരുടെ സാഹചര്യം എന്ന് പറയുന്നത് അതാണ്. അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റിയല്ല. അപ്പൊ ഞാന് കരഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, ഒരുങ്ങി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ കൂടെ ഒരുങ്ങി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, സംസാരിച്ചു. ഡോക്ടറോട് അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം അവിടെ ഇരുന്നും എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നതല്ലാതെ ഡോക്ടറോട് എനിക്ക് ഒന്നും പറയാം. ഡോക്ടർ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പറയാൻ മറുപടിയൊന്നുമില്ല. കണ്ണുനീരല്ലാതെ എനിക്ക് മറുപടി ഒന്നുമില്ലായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അമ്മ പുറത്തിൽ നിൽക്കും, ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു.
അങ്ങനെ അമ്മേനെ പുറത്ത് നിർത്തി ഡോക്ടർ എന്നോട് സംസാരിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, മോക്ക് കുഞ്ഞിനെ വേണോ, എന്താ മോളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചു. ഞാൻ ഡോക്ടറോട് ഒന്നും പറയുന്നില്ല, കരയുന്നതല്ല, അതൊന്നും പറയുന്നില്ല. അവസാനം ഡോക്ടർ പറഞ്ഞ്, ഒരു അമ്മേനെ വിളിച്ചേച്ച് പറഞ്ഞു, ഇവളിപ്പോ കൊച്ചാണ്, അത് തന്നെയുമല്ല കുഞ്ഞിന്റെ അവയവങ്ങളൊക്കെ വന്നു തുടങ്ങി. 4-5 മാസം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ വളർച്ച ആകുന്ന സമയമാണ് പറഞ്ഞു. അതുകൊണ്ട് അബോർഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, അത് അവൾക്കും ദോഷം ചെയ്യും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടെ തിരിച്ചു വീട്ടിലേക്ക് വന്നു. അവിടെ മുതല് വളരെ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞ്, വിവാഹത്തിന് കല്യാണം കഴിഞ്ഞ് പിന്നെയും വീട്ടിൽ വന്ന് നിൽക്കുക അത് അവർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ജീവിതത്തില് കടന്നു വന്നു. എങ്കിലും എൻ്റെ അമ്മ ഇപ്പൊ തന്നെ പണിക്കൊക്കെ പോകും. ഞാൻ ഒരു കാര്യങ്ങളും ആരോടും ഇന്ന സാധനം വേണമെന്ന് ആരോടും പറയുകയില്ല. ഒരിക്കലെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ എൻ്റെ അമ്മ നോക്കിയപ്പോഴേ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ പുറം മുഴുവനെ കീറിയിരിക്കുക, അത് മൊത്തം കീറിയിരിക്കുക. ഞാനും അത് കാണുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് സങ്കടമായിട്ട് അന്ന് വൈകിട്ട് അമ്മ പണി കഴിഞ്ഞ് വന്നപ്പോഴേ അമ്മ അന്ന് ജോലി ചെയ്ത കാശ് കൊടുത്ത് എനിക്ക് 2 നൈറ്റി വാങ്ങിച്ചോണ്ട് വന്നു. 2 നൈറ്റി എൻ്റെ അമ്മ അന്ന് എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നു. എന്നുവെച്ച് അതിന് കുറച്ച് കഴിഞ്ഞ് കുറെ നാളുകളൊക്കെ കഴിഞ്ഞ് മോന് 1 വയസ്സൊക്കെ കഴിഞ്ഞ് അപ്പൊ എന്തെങ്കിലും പണിക്ക് പോകാതിരിക്കുക, എനിക്ക് വേറെ ഒരു പണിയും അറിയത്തില്ല. കാരണം പഠിത്തം ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്ന സാധനങ്ങൾ കട്ടിലിനടി വെച്ചേച്ച് വേറൊരു ജീവിതം തേടി അങ്ങ് പോയി. അപ്പം അതും ഇങ്ങനെയായി. അപ്പം വേറെ പണിയൊന്നും അറിയത്തില്ല, എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല, ഒരു പണിയും അറിയത്തില്ല, എന്തുവാ ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നപ്പോ ചെറിയ ചെറിയ പണിയൊക്കെ അടുത്ത് ഈ കാട് പറിക്കാനോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾക്കൊക്കെ പോയി തുടങ്ങി. പോയി തുടങ്ങിയപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കസിൻ ബ്രദർ ജയൻ എന്ന് പറയുന്നത്, ഞങ്ങൾ ജെയിംസ് പാസ്റ്റർ എന്ന് വിളിക്കും. അദ്ദേഹം അവിടെ വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഒരു 3-4 മാസം പ്രായമായപ്പോഴാണ്. അദ്ദേഹം ചുമ്മാ അതിലെ വന്നതാണ്. അവിടെ വന്നപ്പോ എന്നെ കണ്ടേച്ച് എൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞു, അമ്മാമ്മേ കുഞ്ഞിനെ ഇങ്ങനെ ഇരുത്തരുത്, അവളെ ഇങ്ങനെ ഇരുത്തിയാല് ഒന്നുകിൽ അവള് പ്രാന്തിയായിട്ട് മാറും, അല്ലെങ്കിൽ കൊച്ചു വല്ലോ അവിവേകവും ചെയ്യും, അതുകൊണ്ട് കുഞ്ഞിനെ ഇങ്ങനെ ഇരുത്തരുത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വിഷമങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ ഒരു പരിധിയുണ്ട്. കാരണം ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വീട്ടുകാർക്കും ഒരു പരിധിയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കണ്ട് നമ്മുടെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറയും. അതുകൊണ്ട് ഉള്ളിൽ തന്നെ നമ്മുടെ സങ്കടങ്ങളെ ഒതുക്കി അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. അന്നേരമാണ് ഇദ്ദേഹം വന്നേച്ച് പറഞ്ഞത്, മോൻ ഒരു കാര്യം ചെയ്യാം, അച്ചാച്ചനൊക്കെ ഒരു ചർച്ചിലെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. എനിക്കറിയത്തില്ല പെന്തക്കോസ്ത് കൂട്ടായ്മയാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അച്ചാച്ചനൊക്കെ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ഞായറാഴ്ച ഒരു കാര്യം ചെയ്യും, മോൻ കുഞ്ഞിനെ കൊണ്ട് കുന്നുംപുറത്ത് വന്ന് നിന്നാ മതി, അച്ചാച്ചന്റെ ഒക്കെ വീടിന്റെ അതിലെ വരുന്ന ബസ്സുണ്ട്, അതിന് കയറിയാൽ മതി, ഞങ്ങൾ അതിനകത്ത് കാണും, മോൻ അതിനകത്ത് കയറിയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസയും തന്നേച്ച് അദ്ദേഹവും അങ്ങ് പോയി. സൺഡേയിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിനെയും ഒരുക്കി ഞാൻ കുന്നുംപുറം എന്ന് പറയുന്ന ഞങ്ങളുടെ സിറ്റി അവിടെ ബസ് സ്റ്റോപ്പിൽ ചെന്നു. അപ്പൊ ഈ പുള്ളി പറഞ്ഞ ബസ് വന്നു. ഞാൻ ആ ബസ്സിനകത്ത് കയറി നോക്കിയിട്ട് ഇവരെ ആരെയും കാണുന്നില്ല, പരിചയമുള്ള ഒരു കുഞ്ഞുങ്ങളെയും കാണുന്നില്ല. അപ്പം സ്ഥലമൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ആ സ്ഥലത്തിറങ്ങിയിട്ടും ഈ കൂട്ടായ്മ എവിടെയാണ്, ഏത് കൂട്ടായ്മയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം അവിടെ ഞാൻ ഇറങ്ങിച്ച് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ 2-3 വഴികളിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചും പറഞ്ഞും ഇങ്ങനെ പലയിടങ്ങളിൽ പോയി. അങ്ങനെ ഇന്നപ്പോ ഒരു സഹോദരനെ കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ന്യൂ ഇന്ത്യയുടെ ഒരു ചർച്ചിലാണ് ഞാൻ ആരാധനയ്ക്ക് പോകുന്നത്, സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അത് വരുന്നില്ല, കാരണം പുള്ളി എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞതേ. അപ്പം അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോ എന്നെ തിരക്കി വന്നെങ്കിലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തെങ്ങാണ് എന്തെങ്കിലും കൂട്ടായ്മ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു കൂട്ടായ്മയുണ്ട്, ഇനി അതാണോ എന്ന് അറിയത്തില്ല, സിസ്റ്റർ ഒരു കാര്യം ചെയ്യാം അങ്ങോട്ട് പോകാൻ പറഞ്ഞു. വഴിയൊക്കെ എന്നെ പറഞ്ഞു തന്നു. ഞാൻ അവിടെ ചെന്നു. അങ്ങനെ തപ്പി പിടിച്ച് അവിടെ ചെന്നു. കുഞ്ഞുമായിട്ട് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അതൊരു പെന്തക്കോസ്ത് കൂട്ടായ്മയാണ്. എൻ്റെ കയ്യിലും കാതിലും എല്ലാം വളയും മാലയും, നെറ്റിയിൽ വലിയ പൊട്ടും, കാലെ കൊലുസ്, അങ്ങനെ നെറ്റിയിലും പൊട്ട്, ഉച്ചിയിലും പൊട്ട്, മുഴുവനെ പൊട്ടും എല്ലാം ആയിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. കുറെ നേരമൊക്കെ ഞാൻ ഇരുന്നു. ഒരു കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കെന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. കാരണം എല്ലാവരും വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് എല്ലാവരും ഇരിക്കുക.
കുറെ ഇരുന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു. അവിടെ ഇരിക്കാൻ പറ്റാതെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവിടുന്ന് പോയിട്ട് അപ്പുറേ പോയി എന്റെ പൊട്ടും എല്ലാം എല്ലാം കഴുകി തുടച്ച് കളഞ്ഞേച്ച് ഈ മാലയും വളയും എല്ലാം കൂടി ഊരി പേഴ്സിനകത്തും വെച്ച് എനിക്ക് ഭയങ്കര ഒരു നാണക്കേടോ എന്തൊക്കെയോ പോലെ എനിക്കങ്ങ് തോന്നി. അതെല്ലാം ഊരി ഞാൻ ബാഗിനകത്ത് വെച്ചു. ആരാധന എല്ലാം കഴിഞ്ഞപ്പോഴേ അവിടുത്തെ ജോയ്സി മാത്യു എന്ന് പറയുന്നതായ കർത്താവിന്റെ ദാസനെ, പാമ്പാടിക്കാരനാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫ് ഗീത എന്ന് പറയുന്ന ആന്റി, രണ്ടുപേരും എന്നെ വിളിച്ചിരുത്തി സംസാരിച്ചു. ആന്റിയും സംസാരിച്ചു. എന്റെ കയ്യിലൊക്കെ എനിക്ക് ഈ പേടിയൊക്കെ വന്നപ്പോ കൈ നിറയെ ഈ കറുത്ത ചരടും ഒക്കെ കെട്ടിയിട്ടുണ്ട്. എന്നോട് ചോദിച്ച് മോൾ എന്തിനാ ഈ ചരട് കെട്ടിയേക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഞാനേ പേടിക്കും, അതിന് എന്റെ അമ്മ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു കൊണ്ട് കെട്ടിയ ചരടാ എന്ന് പറഞ്ഞു. ഇപ്പൊ പേടിയുണ്ടോ? പറഞ്ഞില്ല. പേടിയില്ലെങ്കിൽ ആ ചരട് അങ്ങ് അഴിച്ചു മാറ്റിയേരെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചരട് അവിടുന്ന് അഴിച്ചു മാറ്റി. അപ്പം അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മുമ്പോട്ട് പോകുന്നതായ സമയത്ത് എനിക്ക് എല്ലാ ഞായറാഴ്ചയും ഒന്നും ആരാധനയ്ക്ക് വരാൻ പറ്റിയില്ല. കാരണം വരുമാനമൊന്നുമില്ല. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് വേണം വാങ്ങിച്ചോണ്ട് പോരാൻ. അപ്പൊ എല്ലാ ആഴ്ചയിലും പോകാൻ പറ്റുമോ? അപ്പൊ 1-2 ആഴ്ച ആയപ്പം വീട്ടിലെ ചെറിയൊരു ഇത് തുടങ്ങി. എല്ലാ ആഴ്ചയിലും പോകേണ്ട കാര്യമുണ്ടോ? അതിന് വണ്ടിക്കൂലിക്ക് പൈസ വേണ്ടേ എന്നൊക്കെ ചോദിച്ചുള്ള വർത്തമാനങ്ങളൊക്കെ സംസാരങ്ങളൊക്കെ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും പോവുകയല്ല. പിന്നെ ദേവദാസനൊക്കെ ഇടയ്ക്ക് എന്നെ കാണാൻ വീട്ടിൽ വരും. അപ്പൊ അവര് പൈസയൊക്കെ തരും, വണ്ടിക്കൂലിക്ക് പൈസയൊക്കെ തരും, കുഞ്ഞിനും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ ചർച്ചിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. ചില സമയങ്ങളിൽ ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറേ നടക്കണം, നമുക്ക് കുറേ നടക്കണം ഈ ചർച്ചിലോട്ട് പോകണമെങ്കിൽ. ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് പോകും. ചില സമയങ്ങളിൽ അങ്ങോട്ട് വണ്ടിക്കൂലി ഉണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വരാൻ വണ്ടിക്കൂലി കാണുകയില്ല. എന്നും എങ്ങനെ ഈ വിശ്വാസികളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്? നാണക്കേടല്ലേ? അപ്പൊ എല്ലാരും ചർച്ചിൽ നിന്ന് പോകാൻ നോക്കിയിരിക്കും. എല്ലാരും ചർച്ചിൽ നിന്ന് പോയി കഴിയുമ്പോഴേ പതിയെ കുഞ്ഞിനെ കൊണ്ട് നടക്കും, വീട് വരെ നടന്നു പോകും. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ജോലിക്ക് പോയേ പറ്റുള്ളൂ, പോകാതിരിക്കാൻ പറ്റുകയല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കുമ്പനാട് ബൈബിൾ കോളേജിലെ പഠിച്ചുകൊണ്ടിരുന്ന ജെയിംസ് എന്ന് പറയുന്ന ഒരു ദേവദാസന് നമ്മുടെ അവിടെ അസിസ്റ്റന്റ് മാസ്റ്ററായിട്ട് ജോലി ഇരിക്കുന്ന സമയമാണ്. അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞ് നമ്മുടെ കുമ്പനാട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ട്, MB ചാക്കോസ് സാർ എന്ന് പറയും, തിയോളജിസ്റ്റ്, എല്ലാവർക്കും അറിയാമായിരിക്കാം. അദ്ദേഹത്തിന്റെ വൈഫ് വയ്യാതെ ഷുഗർ കൂടി കാല് മുറിച്ച് കിടക്കുക. അപ്പൊ അവിടെ ഒരാളെ വേണം, മൂക്ക് പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഞ്ഞിനെ ഇട്ടേച്ച് എങ്ങനെയാ അവസ്ഥ പോകുന്നത്? ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, രാവിലെ പോയിട്ട് വൈകിട്ട് വന്നാൽ മതി, മോളൊന്ന് പോയി നോക്കേ, പോയിട്ട് പറ്റുന്നെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ തിരിച്ചിഞ്ഞു പോരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി കഴിഞ്ഞ് രാവിലെ പോകും, വൈകിട്ട് തിരിച്ചു വരും. അങ്ങനെ കുറെ നാള് അവിടെ പോയിരിക്കുന്ന സമയത്ത് ആണ് മോന് ഒരു 1.5-2 വയസ്സായപ്പോഴാണ് അവന്റെ ഈ ചെവിയുടെ ഇവിടെ 2 സൈഡിലും ചെറിയൊരു ദ്വാരമുണ്ട്. പെട്ടെന്നൊരു ദിവസം ഇവന്റെ ഈ ദ്വാരത്തിൽ കൂടെ ഈ പഴുപ്പ് വരാൻ തുടങ്ങിയിട്ട് കുറെ ദിവസം അതങ്ങ് മാറും. അങ്ങനെ കുറെ അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ മുഖം മുഴുവൻ അങ്ങ് നീര് വെക്കുവാൻ തുടങ്ങി. കുഞ്ഞിന്റെ മുഖമെല്ലാം നീര് വെച്ച് ഇവിടെ അങ്ങ് പൊട്ടി അങ്ങ് പഴുപ്പ് ഒഴുകും. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു. പക്ഷെ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലും നമുക്ക് അതിനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞാൻ പലപ്പോഴും ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ പ്രാർത്ഥിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു പ്രാർത്ഥന ഈ പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്ററുടെ ഒരു വിശ്വാസികൾ ഞങ്ങളുടെ അടുത്തുണ്ട്. ഒരു ദിവസം അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കുഞ്ഞിന് ഇതുപോലെ അസുഖം കൂടി, ഞാൻ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ഇദ്ദേഹം അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. ഞാൻ കുഞ്ഞിനെ കൊണ്ടുകൂടി അദ്ദേഹത്തിന്റെ അരികെ ചെന്നിട്ട് പറഞ്ഞു പാസ്റ്റർ എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവന്റെ തലയിലെ കൈവച്ച് പ്രാർത്ഥിച്ച് അത് പൊട്ടി അവന് ആശ്വാസമായി. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് പിന്നെയും കുഞ്ഞിന് ഈ ചെവിയുടെ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഈ 3 മാസം ഞങ്ങള് കോട്ടയം ജില്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അവരെ കൊണ്ട് ആയിരിക്കാനും സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞായതുകൊണ്ട് സർജറി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ദേവദാസനെ കണ്ടുമുട്ടുന്നതും പ്രാർത്ഥിക്കുന്നതും. അദ്ദേഹം അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് കാരണം എനിക്ക് തുടർന്ന് ജോലിക്ക് പോകാൻ പറ്റാതായപ്പം അദ്ദേഹത്തിന്റെ മോന് ആത്മീയ യാത്രയില് ജോലി ചെയ്യുന്ന ആത്മീയ യാത്രയിലേക്ക് ഈ ഡോക്ടർ KP യോഹന്നാൻ സാറിന്റെ സ്ഥാപനത്തിന്റെ ജോലി, അവിടുത്തെ അഡ്മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അപ്പൊ എന്നോട് പറഞ്ഞു അന്നേരം അവിടെ ഈ പ്രസ്സൊക്കെ
സ്റ്റാർട്ട് ചെയ്ത സമയമായി. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ അന്നേരം ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്, എന്നാലും അദ്ദേഹം ഇടയ്ക്ക് എന്നെ വിളിക്കും. എന്നുവെച്ച് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യാമോ, ആ, നാളെ ഇവിടെ തിരുവല്ലായിലോട്ട് മഞ്ഞാടിയിലോട്ട് വാ, ഞാൻ ഇവിടെ ഇവിടെ വന്നേച്ച് എന്നെ കാണണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞ്, അവിടെ എനിക്ക് ജോലി, എനിക്ക് പ്രസ്സിലെ യാതൊരു പണിയും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ഒരു പേപ്പർ പോലും മടക്കാൻ അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ്. ഇന്റർവ്യൂ ഒന്നും ഇല്ലാതെ തന്നെ എനിക്ക് അവിടെ ജോലി ലഭിച്ചു. ഒരു ദിവസം നമ്മൾ ജോലിക്ക് ചെന്നാൽ 50 രൂപ കിട്ടും. ഒരു ദിവസം ചെന്നില്ലെങ്കിൽ ആ പൈസ കട്ടാകുകയും ചെയ്യും. അങ്ങനെ ഡെയിലി വേജസിൽ അവിടെ ജോലിക്ക് കയറി മുമ്പോട്ട് പോകുന്ന സമയമാണ്. വീട്ടിലെ കുറെ പ്രശ്നങ്ങൾ കൂടി ഇങ്ങനെ വന്നു, പല വിഷയങ്ങളുമായി. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രതികൂലമായിട്ട് നിന്നത് എന്റെ ഏറ്റവും ഇളയ സഹോദരിയാണ്. പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനൊക്കെ വഴക്കുണ്ടാക്കും. അങ്ങനെ മുമ്പോട്ട് പോയപ്പോ പലപ്പോഴും ഞാൻ അധ്വാനിച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ പോലും എന്റെ അനിയത്തി എന്നോട്, ഇപ്പൊ അവള് ഇത് കേൾക്കുന്നുണ്ടെങ്കിലും അവൾക്കറിയാം ഞാൻ പറയുമെന്നറിയാം, ഇത് കേൾക്കും, അവൾ എന്തായാലും കേൾക്കും. അന്നേരം എന്നോട് പറയും, ഞാന് രാവിലെ ഇറങ്ങി പോകുന്നല്ല, അപ്പൊ എന്റെ അമ്മ ഓർക്കും, അവള് രാവിലെ പോകുന്നല്ല, വൈകിട്ട് വന്നു കഴിയുമ്പോ കുഞ്ഞെന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് ഓർത്ത് ഈ പകലുണ്ടാക്കുന്ന എന്തെങ്കിലും ആഹാരം, ചിലപ്പം മീൻകറി ആയിരിക്കും, ചിലപ്പോൾ മീൻ വറുത്തതൊക്കെ ആയിരിക്കും, അമ്മ എടുത്ത് പാത്രത്തിനകത്ത് എടുത്ത് മാറ്റി പാത്തു വെക്കും. വൈകിട്ട് വരുമ്പോ അവളെ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ എടുത്ത് മാറ്റി വെക്കും. അപ്പം ഞാൻ ഇങ്ങനെ വന്ന് കഴിക്കാൻ നിൽക്കും, പാത്ത് വെച്ച് മോക്ക് കൊടുക്കുക ഇല്ലേ എന്നും പറഞ്ഞ് ഇളയ അനിയത്തി പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ചിലപ്പോ എനിക്കങ്ങ് വിഷമോ, കാരണം നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ സംസാരം കേൾക്കുമ്പോൾ അങ്ങനെ പലതവണ ആയപ്പോ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാന് പല സമയങ്ങളിലും ഞാൻ പ്രസ്സിൽ ഞാൻ പോകുമ്പോൾ ചോറ് കൊണ്ടുപോവുകയല്ല, പലപ്പോഴും ഞാൻ പൊതി കൊണ്ടുപോകാതിരിക്കും. അപ്പം എന്റെ കൂടെ ജോലി ചെയ്യുന്നതായ, അവരെ ഒന്നും ഇന്നും മറക്കാൻ പറ്റിയല്ല, എന്റെ കൂടെ ജോലി ചെയ്യുന്നതായ 2 ആന്റിമാര്, ഒരു കുഞ്ഞുമോളാന്റി എന്ന് പറയുന്ന ഒരു ആന്റി, പിന്നെ എലിസബത്ത് ആന്റി, ഇവർ രണ്ടുപേരും ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും, കുഞ്ഞുമോളാന്റി വീട്ടിൽ നിന്ന് പൊതിയൊക്കെ കെട്ടിക്കൊണ്ടുവരും, ചോറും പൊതി കൊട്ടിക്കൊണ്ടുവരും എനിക്ക് വേണ്ടിയിട്ട്. എലിസബത്ത് ആന്റി അവർ പുള്ളിക്കാരുടെ വീട് അടുത്താ. രാവിലെ വരുമ്പം നല്ല വെള്ള ചമ്മന്തി ദോശയും എന്നുവെച്ച് പുലാവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നേച്ച് എനിക്ക് കൊണ്ട് തരും, കരിക്കടി കുഞ്ഞെന്നും പറഞ്ഞു. ആഹാരം ഇവർ രണ്ടുപേരും പൊതിയും കെട്ടിക്കൊണ്ട് വരും. അതുപോലെ ഈ എലിസബത്ത് ആന്റി ഒരു അമ്മേനെ പോലെ നമ്മളെ കരുതുന്ന ഒരു എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. ഒരു അമ്മയുടെ സ്ഥാനമാണ് പുള്ളിക്കാരി എപ്പോഴും എടുക്കുന്നത്. നമ്മളോട് ആ ഒരു മക്കളോടെന്നുള്ള ഒരു സ്വാതന്ത്ര്യം എപ്പോഴും പുള്ളിക്കാരിക്കുണ്ട്. ഈ കുഞ്ഞോളാന്റി പുള്ളിക്കാരി സാരിയൊക്കെ എനിക്ക് കൊണ്ടുതരുമായിരുന്നു, അദ്ദേഹത്തിന്റെ സാരിയൊക്കെ, പഴയ സാരി ഒക്കെ എനിക്ക് കൊണ്ടുതരുമായിരുന്നു. ഇവരെ രണ്ടുപേരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഇവർ രണ്ടുപേരും ഒത്തിരി എനിക്ക് വേണ്ടി ആഹാരം ഒക്കെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് ഇവരെ രണ്ടുപേരും ഞാൻ എപ്പോഴും ഓർക്കുകയും, ഇപ്പം വിളിയും പലരും പല സ്ഥലങ്ങളിലായി അങ്ങനെ വിളിക്കുന്നില്ലെങ്കിലും അവരെ ഒന്നും മറക്കുവാൻ പറ്റുകയില്ല. കാരണം അങ്ങനെ നമ്മുടെ കഷ്ടതയിൽ നമ്മളെ ചേർത്ത് നിർത്തിയ ഒത്തിരി പേരുണ്ട്, കുറെ പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. സന്തോഷത്തിൽ നമ്മളെ ഒപ്പം നിൽക്കുന്നതിനേക്കാളിലാണ് സങ്കടത്തിൽ നമ്മളെ ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത്, അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. അങ്ങനെ എന്റെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും വൈകിട്ട് ഞാൻ വൈകിട്ട് വന്നു കഴിഞ്ഞപ്പം എന്റെ അനിയത്തി എന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ പോയി. അപ്പൊ അമ്മ ഓടിപ്പോയി അടുക്കളയിൽ നിന്ന് ഒരു പാത്രം എടുത്തോണ്ട് വന്നിച്ച് പറഞ്ഞു, അവൾ ഇവിടെ ഇല്ല, മോൻ പെട്ടെന്ന് കഴിച്ചോളാൻ പറഞ്ഞു. എനിക്ക് സത്യത്തിൽ എന്റെ ചങ്ക് അങ്ങ് പൊടിയുന്ന പോലെ തോന്നി. ഞാൻ അധ്വാനിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്ന ആഹാരമാണ്. ഞാൻ എന്നിട്ട് പാത്ത് കഴിക്കേണ്ട ഒരവസ്ഥ. ഞാൻ പറഞ്ഞു, അമ്മ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന ആ അധ്വാനം പോലും എനിക്ക് പാത്തിരുന്ന് കഴിക്കേണ്ട അവസ്ഥ വന്നു ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം പിതാവുമായിട്ട് ഇതുപോലെ എന്തോ വഴക്കുണ്ടായി. രാത്രിയായി, ഞാൻ എന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞാൻ റോഡിൽ ഇറങ്ങിച്ച് ഞാൻ എവിടെയെങ്കിലും പോവുക എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു, നീ എവിടെയാ പോകുന്നത്? അപ്പൊ എനിക്കറിയത്തില്ല, ഞാൻ എങ്ങോട്ടേലും പോവാ. അപ്പൊ എങ്ങോട്ട് പോകണമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം എന്റെ ഒരു പ്രതീക്ഷ, എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന എന്റെ അച്ചാച്ചനുണ്ട്, ഒന്നെങ്കിൽ അച്ചാച്ചനൊക്കെ പോവാ, അല്ല സഭയിൽ ആരുടെയും വീടുകളിൽ പോകണം എന്നുള്ള ഒരു ഇതിലാണ് ഇറങ്ങിയത്. എന്റെ അമ്മ പറഞ്ഞു, ഇല്ല, നീ ഈ കുഞ്ഞിനെ കൊണ്ട് ഒരു പെണ്ണായിട്ടുള്ള നീ എവിടെ പോകാൻ എന്നും പറഞ്ഞ് എന്റെ അമ്മ പുറകെ വന്നിട്ട് ഭയങ്കര കരച്ചിലും ബഹളവും. അങ്ങനെ തിരിച്ചു പിന്നെ വീട്ടിലേക്ക് തന്നെ പോയി. ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരുമ്പോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ എന്റെ മോനെ ഓർഫനേജ് നമ്മുടെ ഇവിടെ ഉണ്ട്, മൂവാറ്റുപുഴയിലുണ്ട്, അവിടുന്ന് കുറെ പോകണം.
അവിടെ മോനെ കൊണ്ട് ചേർത്തു. 1ാം ക്ലാസ് മുതൽ അവനെ അവിടെ കൊണ്ട് ചേർത്തു. ഒരു 5ാം ക്ലാസ് വരെ, 4ാം ക്ലാസ് വരെ അവൻ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുന്നു. അതിനുശേഷം പുനലൂർ ഒരിടത്ത് അവനെ കൊണ്ട് ചേർത്തു, അവിടെ കൊണ്ട് ചേർത്തു. അങ്ങനെ ഞാൻ GFL ജോലി ചെയ്യുന്നതായ സമയം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് ഈ കാതിന്റെ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും വലിയ അന്നത്തെ ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടി. മുഖം മുഴുവൻ നീര് വെക്കുക എന്നുള്ള ആ ഒരു പ്രശ്നം മാറിക്കിട്ടി. ഇവിടെ പുനലൂര് അവിടെ ഒരിടത്ത് അവനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് GFL അന്നാണ് നമ്മുടെ ഈ ചിക്കൻ ഗുനിയ ഒക്കെ വന്ന സമയമാണ്. എല്ലാവർക്കും ചിക്കൻ ഗുനിയ, ഈ ജോയിന്റ് പെയിന്, പലർക്കും നടക്കുവാനൊന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഒരു ഫോൺ വന്നു, കുഞ്ഞിന് തീരെ വയ്യ, പെട്ടെന്ന് വരണമേ എന്ന് പറഞ്ഞു. ഇപ്പൊ കൊട്ടാരക്കര അല്ല പുനലൂരാണ് ഞാന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ അവിടുന്ന് ഇറങ്ങി, തിരുവല്ലയിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ അവിടുന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ എപ്പോഴാണ് കുഞ്ഞിന് വല്ലാത്ത വോമിറ്റിങ്ങും ലൂസ് മോഷനും ഒക്കെ ആയിട്ട് അവന്റെ വയറ്റിൽ നിന്ന് പോകുന്നതും വോമിറ്റ് ചെയ്യുന്നതെല്ലാം കറുത്ത ദ്രാവകമാണ്. അപ്പൊ ഇവൻ ഈ ചെവിയുടെ ഈ പ്രോബ്ലം ഉള്ളത് കൊണ്ട് അവിടെയുള്ള ഡോക്ടേഴ്സ് ഒന്നും നോക്കുന്നില്ല. ഞാൻ അവിടെ ചെന്നു, അവിടുത്തെ പാസ്റ്റർ മോനും ഞാനും കൂടെ ഇവനെ അവിടെയുള്ള പല ഹോസ്പിറ്റലിലും കൊണ്ടിട്ടും ആരും നോക്കുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞാടെ ഇങ്ങനെ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവന് ലൂസ് മോഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ ഇതിനെ കൊണ്ട് ഞാൻ പോകും? വല്ല കാറോ വണ്ടിയോ വിളിച്ചോണ്ട് പോകാൻ ഒരു നിവർത്തിയുമില്ല. എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഞാൻ പാസ്റ്റർ മോനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മോൻ, എനിക്ക് ഒരു 5-6 കവറും 2-3 തോർത്തും വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഇപ്പം ഈ മനീഷ് ഒരു കുറെ 2-3 തോർത്തും 2-3 പ്ലാസ്റ്റിക് കവറും ഈ ചിമ്മി കവർ എന്ന് പറയുന്ന പോലത്തെ കവറും കൂടെ വാങ്ങിച്ചു തന്നു. വാങ്ങിച്ച് ഞാൻ ഇവനെയും കൊണ്ട് എന്നെ സ്റ്റാൻഡിലെ KSRTC സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടു. അവിടുന്ന് ഞാൻ നോക്കിയപ്പം ഒരു ഞങ്ങളുടെ അങ്ങോട്ടുള്ള ചങ്ങനാശ്ശേരി ബസ് കണ്ടു. അതിനകത്ത് കയറിയപ്പം വലിയൊരു സീറ്റ് ചുമ്മാ കിടക്കുകയുള്ളൂ, ഒരു സീറ്റ് കിടപ്പുള്ളൂ. ഞാൻ അതിനകത്ത് അവിടെ ചെന്നതെന്ന് വെച്ച് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് പോകുക. ഞാൻ അവിടെ ചെല്ലുന്നിടം വരെ ഇവനെ ഇടയ്ക്ക് ഛർദ്ദിച്ചാലോ എന്തോ ചെയ്യും, ബസ്സിലിരുന്ന് ഛർദ്ദിച്ചാലോ അവൻ ലൂസ് മോഷൻ വന്നാലോ എന്തോ ചെയ്യുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് പോവുക, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ വരണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കുഞ്ഞിനെ ആ സീറ്റിൽ കിടത്തി ഞാനും ഇരുന്ന് പോകുന്ന വഴിക്ക് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഈ കുഞ്ഞിന് തീരെ സുഖമില്ല, ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക. അപ്പൊ എന്റെ കൊച്ചനിയത്തി അവളും വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ആശുപത്രിയിലോട്ട് പോവാം, നിങ്ങൾ അങ്ങോട്ട് വന്നേക്കെന്ന് പറഞ്ഞു. രാത്രി ഒരു 7-7:30 മണിയായി. ഞാൻ ചങ്ങനാശ്ശേരി ചെന്നു, സ്റ്റാൻഡിലെ ബസ് നിർത്തി. അവിടെ ബസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയും കുഞ്ഞു വൊമിറ്റ് ചെയ്തു. അതുവരെയും അവനെ വൊമിറ്റ് ചെയ്യുകയും ഒന്നും ചെയ്തില്ല. പതിയെ കുഞ്ഞിന്റെ അബോധാവസ്ഥയിലേക്ക് അവനങ്ങ് വരികയാണ്. അവിടെ ചെന്ന് കാഷ്വാലിറ്റി കാണിച്ചു, പെട്ടെന്ന് ട്രിപ്പ് ഇട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ ശരീരം അങ്ങ് ഷിവറിങ് ചെയ്യാൻ തുടങ്ങി. ഇവനെ വിറയ്ക്കുമാണ്. ഡോക്ടേഴ്സ് വന്ന് നോക്കി. കുറെ കഴിഞ്ഞപ്പം ബെഡിൽ അങ്ങ് എടുത്തടിക്കുക, മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ കുഞ്ഞ് ബെഡിൽ ഇങ്ങനെ കിടന്നടിക്കുകയാണ്. ഡോക്ടർമാരെല്ലാരും ഓടി വന്നു. അവന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും ഒന്നും ഒരു ഇതുമില്ല. യൂറിൻ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയിലേക്ക് കുഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ട്രിപ്പ് ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ആന്റിയുടെ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അതിലെ വന്നു. കൊച്ചനിയത്തി അന്നേരത്തേക്കും വന്നു, ഹോസ്പിറ്റലിൽ വന്നു. അപ്പൊ അവളോട് ചോദിച്ചു, മോൻ എവിടെ പോവാന്ന് ചോദിച്ചു. അയ്യോ ചേട്ടാ, പ്രേമയുടെ കുഞ്ഞ് ഹോസ്പിറ്റലിലാ, വാവച്ചി ആശുപത്രിയിലാ, അവള് വിളിച്ച് അങ്ങോട്ട് പോകും. എന്നാൽ ഞാനും വരുവാടി മോനെ എന്നും പറഞ്ഞു ചേട്ടനും എന്റെ അനിയത്തിയുടെ കൂടെ വന്നു. വന്നിട്ട് ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ വന്നു, കാഷ്വാലിറ്റിയിൽ വന്നതിന് ശേഷം ചേട്ടനെ കുറച്ചു നേരം ഒക്കെ കുഞ്ഞിന്റെ എനിക്ക് നിന്നു പറഞ്ഞു, എന്നാ മോനെ ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ ആ ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും എന്റെ അനിയത്തി മാത്രം ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. രാത്രി 8 മണിയായി. അപ്പം ഇങ്ങനെ കുറെ കഴിഞ്ഞിട്ടും കുഞ്ഞിന് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഡോക്ടർമാർ പെട്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം ജീവനെ ESL കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാനും അനിയത്തി മാത്രം തന്നെ ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എടി മോനെ കുഞ്ഞിനെ എടുത്ത് നമുക്ക് പോകാം എന്ന് പറഞ്ഞു. നോക്കിയിട്ട് ഒരൊറ്റ ഓട്ടോറിക്ഷ പോലും അവിടെ എങ്ങും കാണുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിന് വെളിയിൽ ഇറങ്ങി. നിങ്ങളോട് എന്തായാലും വണ്ടി കിട്ടുന്ന വണ്ടിക്ക് കയറി പോകാം എന്നുള്ള ഇതിൽ പോവുക. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയ ചേട്ടൻ തിരിച്ചു വരുന്നു. ഞാൻ ചോദിച്ചാൽ എന്നടി മോനെ ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ചേട്ടാ കുഞ്ഞിനെ കൊണ്ടുപോക്കോ, ഇവിടെ പറ്റുകയല്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോക്കോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ എന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചു. ഞങ്ങൾ പോയി മുമ്പോട്ട് മുമ്പോട്ട് പോകുന്ന വഴിക്ക് ഒരിടത്തുനിന്ന് ഒരു ഓട്ടോ കിട്ടി. ഞങ്ങൾ അതിന് കയറി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ESI മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴിക്ക് കുഞ്ഞിന്റെ
അബോധാവസ്ഥയിൽ അവന്റെ അനക്കം മുഴുവൻ നിന്നു. ഒരു ശബ്ദങ്ങളും ഇല്ല, കുഞ്ഞിന് ഒരു ഇതുമില്ല, അനക്കവുമില്ല. നേരിയ ഒരു ശ്വാസം മാത്രമുണ്ട് അവന്. ഞങ്ങൾ അവിടെ ചോദിച്ചു വെച്ച് പറഞ്ഞു, മഞ്ഞപ്പിത്തത്തിന്റെ ആരംഭം കൂടെ ഉണ്ട്, അതുകൊണ്ട് പരിശോധിച്ചിട്ട് പറഞ്ഞ് ഞങ്ങള് നോക്കിയിട്ട് പറയാം, ഒന്നും പറയാൻ പറ്റുകയല്ല, ഞങ്ങൾക്ക് ഒരുറപ്പും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് കുറെ സമയം കുഞ്ഞിനെ പരിശോധിച്ചു, എല്ലാം കഴിഞ്ഞ് എന്നിച്ച് പറഞ്ഞു നട്ടല് കിഴിക്കണമെന്ന് പറഞ്ഞു. നട്ടല് കിഴിച്ച് വെള്ളം എടുക്കണമെന്ന് പറഞ്ഞു. എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. ഓക്കെ, എഴുതി ഒപ്പിട്ട് തരാം. അന്നേരം പറഞ്ഞു അവന് ജീവനില്ല, ഞങ്ങൾക്ക് ഒരുറപ്പും പറ്റുകയല്ല, കുഞ്ഞിന്റെ ജീവന് ഞങ്ങൾക്ക് ഒരുറപ്പും പറയാൻ പറ്റുകയല്ല, ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഡോക്ടേഴ്സിന് കുഴപ്പമില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ എന്റെ സഹോദരനൊക്കെ അന്നേരത്തേക്ക് ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിന് വെളിയില് ഭയങ്കര നിലവിളി, കുഞ്ഞു മരിച്ചെന്നുള്ള ഇതിലാണ് എല്ലാവരും ഭയങ്കര നിലവിളി. അന്നേരം ചിക്കൻ ഗുനിയയുടെ അസ്വസ്ഥത എനിക്കുമുണ്ട്, നേരെ നിൽക്കാൻ വയ്യ, കാലിനൊക്കെ പെയിനാണ്, എനിക്ക് നടു നിവർത്ത് നടക്കാൻ വയ്യ, ഞാനും കൂനിയാണ് നടക്കുന്നത്. എങ്കിലും ഐസിയുവിനകത്ത് കുഞ്ഞിനെ കയറ്റി. അപ്പം താഴെ വെക്കാൻ ഇടയില്ല, അതുപോലെ ആൾക്കാരാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കുഞ്ഞിന്റെ കൂടെ ഒരാൾക്ക് നിൽക്കാം, ബാക്കി എല്ലാവരും പുറത്തു നിന്നു, ഒരാൾക്ക് മാത്രം കുഞ്ഞിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസിയുവിലെ എനിക്ക് മാത്രം കുഞ്ഞിന്റെ കൂടെ നിൽക്കുവാനുള്ള അവസരം കിട്ടി. പിന്നെ ശരീരം മുഴുവൻ ട്യൂബ് ഘടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു 11 ദിവസം കുഞ്ഞ് ഐസിയുവിലായിരുന്നു. അതിനുശേഷം അവന് പതിയെ അസുഖങ്ങളൊക്കെ മാറി. അപ്പൊ ലോകം മുഴുവൻ അവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. GFL ആത്മീയാത്രയിലാണ് പ്രത്യേകം പ്രയറിലൊക്കെ ക്രമീകരിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചു, മുമ്പോട്ട് പോയി. അതിന് 11 ദിവസം കഴിഞ്ഞപ്പോ അവനെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി. അവിടെ അങ്ങോട്ട് മാറ്റിയെങ്കിലും ഇവന് ചെറിയൊരു ശബ്ദം പോലും കേൾക്കാൻ പറ്റുകയില്ല. കേട്ട ഉടനെ കുഞ്ഞു വയലന്റ് ആകും, പെട്ടെന്ന് വയലന്റ് ആകും. ഏതായാലും പ്രാർത്ഥനയും മുമ്പോട്ട് പോയി. ഒരു 7 ദിവസം കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റി. പതി അവൻ നോർമലായിട്ട് തിരിച്ചു വന്നു. അന്ന് അത്രയൊക്കെ നമ്മൾ ദേഹമൊക്കെ തുടച്ചെടുക്കത്തതേ ഉള്ളൂ, കുളിപ്പിക്കത്തൊന്നുമില്ലായിരുന്നു. വാർഡിലോട്ട് മാറ്റി കഴിഞ്ഞപ്പം കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് ഞാൻ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. എടുത്തോണ്ട് പോയി ബാത്റൂമിലേക്ക് കുഞ്ഞിനെ നിർത്തിയതുമല്ല, കുഞ്ഞ് താഴെ വീഴുവാനിടയാക്കി. അവനെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഇവനെ താഴേക്ക് വീണു. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് കുഞ്ഞിനെ എഴുന്നേറ്റ് നേരെ നിർത്തി. അപ്പം അവന്റെ കാലിന്റെ ചലനശേഷി നിന്നുപോയി, കുഞ്ഞ് നിൽക്കുന്നില്ല. ഞങ്ങൾ പിന്നെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോരുന്നു. ചർച്ചിലൊക്കെ പോകുമ്പോ കുഞ്ഞിനെ എടുത്തോണ്ട് വേണം പോകാൻ. എങ്കിലും ഞാൻ എടുത്തോണ്ട് പോകുമായിരുന്നു. എടുത്തോണ്ട് അങ്ങനെ പോയി. 2 വർഷം കുഞ്ഞു സ്കൂളിൽ പോയില്ല. 1 വർഷം കുഞ്ഞു സ്കൂളിൽ പോയില്ല, ഇവന് നടക്കാൻ വയ്യാത്തതുകൊണ്ട് സ്കൂളിൽ പോയില്ല. പിന്നെ ഒരു ഹോമിയോ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു അവന്റെ അസുഖങ്ങളൊക്കെ മാറി. അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിലോട്ട് കടന്നു വന്നപ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒത്തിരി വിവാഹാലോചന വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒന്നിനോടും താല്പര്യമില്ലാതെ ഞാൻ വരുന്ന വിവാഹാലോചനയെല്ലാം ഞാൻ മാറ്റി, വേണ്ടെന്നും പറഞ്ഞ് നിന്നു. അന്നേരം ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടി എന്റെ അമ്മ പറഞ്ഞു, നീ വരുന്ന ഏതെങ്കിലും ഒരു കല്യാണത്തിന് അങ്ങ് സമ്മതിക്കേ, എങ്ങനെങ്കിലും ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെട് എന്ന് എന്റെ അമ്മ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത് എനിക്കൊരു വിവാഹം ആലോചന വരുന്നത്. അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ഒന്നുമില്ല. ആദ്യമൊക്കെ ഒത്തിരി ഞാന് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ഈ കല്യാണം തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുടുംബജീവിതത്തില് മുമ്പോട്ട് പോയി. വളരെ സന്തോഷം. ഇപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷം, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇത്രയും നാളും കണ്ണുനീരും ദുഃഖവും ഒക്കെ ആയിട്ട് കഴിഞ്ഞെങ്കിലും നല്ലൊരു ജീവിതം ദൈവം തന്നല്ലോ എന്നുള്ള ഒരു സന്തോഷത്തില് എല്ലാവർക്കും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ പറയും, ഓമനിക്ക് നല്ലൊരു മരുമോനെ കിട്ടി. നല്ല സന്തോഷത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്കൊരു മോള് ജനിച്ച് വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയം പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. കൂട്ടുകെട്ടില് ഇദ്ദേഹം പോകാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് വളരെ മോശമായ ചില കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് അതിൽ നിന്നുള്ള കുറെ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു. വീട്ടുകാർക്കും അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞു ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, ഇവിടെ ഇറങ്ങിക്കോണം എന്നൊക്കെ പല പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം, ഇവിടെ താമസിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞു. അന്നൊക്കെ എന്റെ അച്ഛനൊക്കെ
അത് നമുക്ക് അനുകൂലമായിരുന്നു. പറഞ്ഞ അവള് കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ട് പോകാനാണ്, കുഞ്ഞിനെ ഇട്ടണം, അവൾക്ക് ജോലിക്ക് പോകണം, കുഞ്ഞിനെ ഇവളെ ആരെ ഏൽപ്പിക്കും, അങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴേ ഞങ്ങൾ പിന്നെ വാടകയ്ക്കൊക്കെ കുറെ നാൾ താമസിച്ചു. പിന്നെയും ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ കൂടി വന്നപ്പോഴത്തേക്കും വീട്ടിലേക്ക് വന്ന് ആ, ഞാൻ കുഞ്ഞുങ്ങളെ വീട്ടിലാക്കി വെച്ച് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ മുമ്പോട്ട് പോയി കുറെ ജോലിക്കൊക്കെ, അദ്ദേഹവും ജോലിക്കൊക്കെ പോകും. ആ, അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവം അങ്ങോട്ട് മാറ്റാൻ വലിയ ബുദ്ധിമുട്ട്. അതെന്ത് ചെയ്ത എന്നാൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നതോ അതൊന്നും കുഴപ്പമില്ല, എവിടെ വേണേലും പ്രാർത്ഥനയ്ക്ക് എന്നെ കൊണ്ട് വിടും. ഇടയ്ക്കൊക്കെ ചർച്ചിലൊക്കെ വരും, വല്ലപ്പോഴും ഒക്കെ വരും. പക്ഷെ പൂർണ്ണമായിട്ട് അങ്ങോട്ടൊരു വരവ് അദ്ദേഹത്തിന് പറ്റിയല്ല, ബുദ്ധിമുട്ടാണ്. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒത്തിരി പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അനേക പലപ്പോഴും ജീവിതത്തിൽ ഞാൻ വിചാരിച്ച് മരിച്ചു പോയാലോ എന്ന് ചിന്തിച്ച സാഹചര്യങ്ങൾ പലപ്പോഴും കടന്നു വന്നു. എന്നാലേ നമ്മുടെ ജീവനെ എടുക്കാൻ നമുക്ക് അവകാശമില്ലല്ലോ. അതുകൊണ്ട് പലപ്പോഴും അതൊക്കെ മാറ്റിവെച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്റെ മോന്റെ പിതാവ് പലപ്പോഴും അദ്ദേഹം പിന്നീട് തിരിച്ചു വന്ന് രണ്ടാമത് വേറെ വിവാഹം കഴിച്ചു. എന്റെ വീടിന്റെ വാതിൽക്കൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോ ഞാൻ വിചാരിക്കാറുണ്ട്, എന്റെ മോൻ ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കുഞ്ഞിന്റെ രണ്ട് ചെവി ഇങ്ങനെ മൂടി കെട്ടി ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത്, ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഡ്രസ്സ് ചെയ്ത് വെച്ചേച്ചാ പോകുന്നത്, വേറെ ആരെ കൊണ്ടും ചെയ്യിക്കുകയില്ല. രാവിലെ ഡ്രസ്സ് ചെയ്തും അത് ചെവിയെല്ലാം മൂടി കെട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഇത് കണ്ടുകൊണ്ട് പോയാലും എന്ത് പറ്റിയെന്ന് ഇദ്ദേഹം ചോദിക്കാറില്ല. അപ്പൊ ഞാൻ അന്നേരം ചിന്തിക്കാറുണ്ട്, എന്റെ കുഞ്ഞിനൊരു മുട്ടായി വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. എന്നാലേ അവിടുന്നൊക്കെയും ഒത്തിരി പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അവിടെയൊക്കെയും അവിടെ ദൈവം കണ്ടത് കൊണ്ടാ ഇന്ന് വരെയും ദൈവം മാന്യമായിട്ട് ഇന്ന് അന്ന് പ്രതികൂലമായിട്ട് നിന്ന പലരും ഇന്ന്, എന്റെ കൊച്ചു സഹോദരിയെ ഞാൻ പറഞ്ഞു, അവളായിരുന്നു ഏറ്റവും എനിക്ക് പ്രതികൂലമായിട്ട് നിന്നേ. ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അവളിലുള്ള അവളിൽ നിന്ന് നേരിട്ട പ്രശ്നങ്ങളായിരുന്നു. ഇന്ന് എന്നാൽ എന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ നോക്കുന്നത് അവളാണ്. എന്റെ ഇളയ മോടെ എല്ലാ കാര്യങ്ങളും അവളാണ് നോക്കുന്നത്. അവളും അവളുടെ ഹസ്ബൻഡുമാണ്. അവരുടെ ഒരിക്കലാണ് എന്റെ കുഞ്ഞുങ്ങൾ. ഇന്ന് അന്നും മിണ്ടാതിരുന്നത് കൊണ്ട് ഇന്ന് മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞു കൊള്ളുവാൻ എന്നുള്ള ദൈവത്തിന്റെ ആ ആശ്വാസ വചനം എന്ന് മിണ്ടാതിരുന്നത് കൊണ്ട് ഇന്ന് ദൈവം എല്ലാവർക്കും ഒത്തിരി പ്രതികൂലങ്ങൾ ദൈവസേനയിൽ കടന്നു വന്നെങ്കിലും കാരണം ഇന്ന് പ്രതികൂലമായിട്ട് നിന്നവരെല്ലാവരും എനിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ഇവിടെ ആരുടെയും പേരും ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സന്തോഷത്തിൽ ഇന്ന് ഞങ്ങളെല്ലാം നല്ല സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഹസ്ബൻഡ് കുമളിയിലെ ജോലി ചെയ്യുന്നു. മക്കൾ രണ്ടുപേരും എന്റെ വീട്ടിലെ സന്തോഷത്തോടെ ആയിരിക്കുന്നു, വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഞാനിവിടെ റഷ്യയിൽ ഇപ്പം വന്നിട്ട് 7 വർഷമായി. ഇവിടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഈ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ ഹൃദയത്തിലെ കടന്നു വരും. അങ്ങനെ ഒരു ഗാനം എഴുതുവാനും അത് റിലീസ് ചെയ്യുവാനും ഒക്കെ ദൈവം എനിക്ക് അവസരം തന്നു. എന്റെ മോൻ ഇപ്പൊ 27 വയസ്സുണ്ട്. അവനെ ചർച്ച് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ദൈവം ഇത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, മാറിയുടുക്കുവാൻ ഒരു വസ്ത്രം പോലും ഇല്ലാതിരുന്നതായ അവസ്ഥയിൽ നിന്ന് ഇന്ന് ദൈവം ആവശ്യം പോലെ ഉള്ളതൊക്കെ ദൈവം എനിക്ക് തന്നു. എന്റെ ആവശ്യങ്ങളെ എല്ലാം അറിഞ്ഞ് അതാത് സമയത്ത് എന്റെ ആവശ്യങ്ങൾ, എനിക്ക് ആവശ്യമുള്ളത് അത്യാവശ്യം, എനിക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് എന്റെ ദൈവത്തിന് അറിയാം. അത് നമുക്ക് പല ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദൈവത്തിനറിയാം എന്റെ ആവശ്യം ഏതാണ്, അത്യാവശ്യം ഏതാണെന്ന് എന്റെ ദൈവത്തിനറിയാം. അതുകൊണ്ട് എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവം ഇന്നും ഇപ്പൊ എനിക്കുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞങ്ങൾ കുടുംബം, എന്റെ ഫാമിലി മുഴുവൻ ഇനി വിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഇവരെല്ലാം വിശ്വാസത്തിലേക്ക് കടന്നു വരണം. ഇന്ന് നീ ഇറങ്ങിപ്പൊക്കോ എന്ന് എന്റെ ഭവനത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പൊക്കോ എന്ന് പറഞ്ഞ ആ ഭവനം ഇന്ന് ആ ഭവനം എനിക്ക് തരുവാനായിട്ടിടയായി തീർന്നു. ആ ഭവനം ദൈവത്തിന്റെ വിശ്വസതാണ്. എവിടെ നിന്ദിക്കപ്പെടുന്നുവോ അവിടെ നീ നിന്ദിക്കപ്പെടുന്നിടത്ത് തന്നെ വെച്ച് മാനിക്കുന്ന ഒരു ദൈവമാണെന്ന് എന്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെയും ദൈവം എനിക്ക് കാണും. മോശയുടെ ജീവിതത്തിലെ പോലെ ജനിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു ഇതായിരുന്നു എന്റെ മോനെന്ന് പറയുന്നത്. എന്റെ ജനനം പോലും നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത സാഹചര്യമായിരുന്നു. എന്നാൽ അവിടുന്നെല്ലാം ഡോക്ടർമാരും ലോകക്കാരും വിധി എഴുതിയെടുത്തുനിന്ന് അവിടുന്നെല്ലാം ദൈവം കണ്ടത് കണ്ട ഇന്ന് ഈ 27 വയസ്സ് വരെയും എന്റെ ജനനം നിഷേധിക്കപ്പെട്ട എന്റെ കുഞ്ഞിന് ഇപ്പോൾ 27 വയസ്സായി. ദൈവം അവനെ നിർത്തി.
പലർക്കും പറയാൻ പലതും കാണുമായിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിലെ അനുഭവം എന്ന് പറയുന്നത് ഓരോ നിമിഷവും ഓരോ ദിവസവും ഞാൻ അനുഭവിച്ചറിയുന്നതാണ് എൻ്റെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഒരു ഒരു ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ അത് പുളിയാണോ മധുരമാണോ എന്ന് നാം അറിയുന്നത് നമ്മൾ അത് ഭക്ഷിച്ചു നോക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞതുപോലാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് പറയാൻ പലതും കഴിയും, പക്ഷെ നാം അനുഭവിച്ചറിയുമ്പോഴാണ് അതിന്റെ ഓരോ ദിവസവും അതിന്റെ മാധുര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്റെ 18-ാമത്തെ വയസ്സ് മുതൽ ഈ കർത്താവിന്റെ ആ മാധുര്യം അനുഭവിച്ച് ഓരോ ദിവസവും അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ന് പറയുന്നത്. അതിന് ഒരിക്കലും ഇതുവരെയും മാറ്റം വന്നിട്ടില്ല. ഏത് പ്രതികൂലങ്ങളിലും എന്ത് പ്രതിസന്ധിയിലും എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ളതായ ഒരു ദൈവകൃപ ദൈവം തരും എന്നുള്ളതായ ഒരു ഉറച്ച വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഇന്നുമുണ്ട്. ഒത്തിരി പറഞ്ഞു വന്നാല് അനേക കാര്യങ്ങൾ നമുക്ക് പറയുവാൻ കാണും. എന്നാല് ദൈവം നമ്മെ നടത്തിയ വഴികള് വിധങ്ങളെ എല്ലാവർക്കും കാണും. അവരവരുടെ ജീവിതത്തിലെ അനുഭവങ്ങള് പറയുവാൻ കാണും. എന്നാൽ എൻ്റെ അനുഭവമേ എനിക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ കടന്നുപോയ വഴികള് മറ്റുള്ളവരുടെ അനുഭവത്തെക്കാൾ ഞാൻ പലപ്പോഴും പറയും. എൻ്റെ ജീവിതത്തിലെ യോസേഫിന്റെ ജീവിതത്തിലെ അവൻ നേരിട്ടതായ പ്രശ്നങ്ങള് എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിൽ തന്നെയാണ് യോസേഫിന് പ്രതികൂലം ഉണ്ടായത്. എന്ന് ദൈവം കൊടുത്ത വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാനായിട്ട് കുറെ വർഷങ്ങള് നീണ്ട യാതനകൾ സഹിക്കേണ്ടി വന്നു. സ്വന്തം സഹോദരങ്ങളാൽ ത്യജിക്കപ്പെട്ടു പൊട്ടക്കിണറിന്റെ അവസ്ഥയിലെ കാരാഗ്രഹത്തിലെ പൊത്തിഫോറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെയും അവന് പ്രശ്നം ചെയ്യാത്ത കാര്യങ്ങളിൽ അപവാദം ഏൽക്കേണ്ടി വന്നു. ഈ എല്ലാ അവസ്ഥയിലും 2022 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് വേദനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ സ്നേഹിച്ച ചിലരിൽ നിന്നും എനിക്കുണ്ടായ അനുഭവം, വളരെ വേദനിക്കുന്നതായ ചില അനുഭവങ്ങളെ, മനസ്സിൽ പോലും ചിന്തിക്കാത്തതായ വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അത് വളരെ വേദനിപ്പിച്ചതായ ഒരു വിഷയമായിരുന്നു. എന്നാലേ ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുമ്പോൾ അവന്റെ കൂടെ കൂടിയതായ ലോത്ത് യാത്രയിലെ ഇടയന്മാർ തമ്മിൽ ചട്ടയിട്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇടയന്മാർ തമ്മിലുള്ളതായ വഴക്ക് ചിലപ്പോൾ നമ്മുടെ ഇടയിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. നമ്മൾ തമ്മിൽ പിണക്കമൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഇടയന്മാർ മുഖാന്തരം ചിലപ്പോൾ നമുക്ക് വിഷയങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് പിരിയുമ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെ എന്ന് പറയുന്നത് പോലെ ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിന്റെ വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ തടസ്സമായി വരുന്നതിനെ മാറ്റുക എന്ന് പറഞ്ഞ് അങ്ങനെ ചില വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. വിഷയങ്ങളിലൊക്കെ ദൈവം എനിക്ക് വിജയം നൽകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ 18-ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി. എന്ന് പറഞ്ഞാല് കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബജീവിതത്തിലുണ്ടായതായ ഇൻസിഡന്റ്. ഞാൻ ഭവനത്തില് നിൽക്കുന്നതായ സാഹചര്യത്തിലാണ്. ഒന്നുകിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ മാനസിക രോഗിയായി ഞാൻ മാറും എന്നുള്ള സാഹചര്യം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു എൻ്റെ ഒരു കസിന്റെ കാര്യം. അദ്ദേഹം വരികയും അദ്ദേഹത്തിന്റെ വാക്കിന്റെ പ്രകാരം ഞാൻ പ്രാർത്ഥന ആലയത്തിൽ കടന്നുപോയി. അവിടെ IPC ചർച്ചിലാണ് ഞാൻ ചെല്ലുവാൻ ഇടയായി തീർന്നത്. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ കസിന് വരുവാൻ ഇടയായി തീർന്നത്. അദ്ദേഹത്തിന് അവർക്ക് സമയത്തിന് ബസ് കിട്ടാഞ്ഞത് കൊണ്ട് അവർക്ക് ആ ബസ്സിൽ കയറുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്ന് അതിനുശേഷം ഇവരെയും കാണുവാൻ ഇടയായി തീർന്നു. ആ ചർച്ചിലെ കർത്താവിന്റെ ദാസനും ദേവദാസിയും എന്നോട് സംസാരിച്ച് കുറച്ച് മുമ്പോട്ട് പോകും. അവിടെ വെച്ച് തന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയതിനു ശേഷമാണ് കർത്താവിനെ ഞാൻ എന്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ദേവദാസൻ എന്നോട് ചോദിച്ച് ഈ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് ഇഷ്ടമാണോ, താല്പര്യമാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞ് അതെ. അപ്പം നമ്മള് മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോ ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമ്പോ അതേ പിടിച്ച് കയറാമെന്നുള്ള ഒരു അവസ്ഥയിൽ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ചെറുതിലേ എനിക്ക് ഇഷ്ടമാണ് ഈ ക്രിസ്തീയ കൂട്ടായ്മയോട് ഈ പാട്ടും പ്രാർത്ഥനയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കരിസ്മാറ്റിക് ധ്യാനങ്ങൾക്കൊക്കെ പോകുമായിരുന്നു. അപ്പൊ എനിക്ക് അതൊരു താല്പര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹൃദയത്തിൽ അന്നേരം ഇവരുടെ സംസാരത്തിൽ നിന്ന് വലിയൊരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ എന്റെ ഹൃദയത്തിലേക്ക് അതുപോലെ ഇവരെന്നോട് സംസാരിക്കാൻ ഇടയായി. ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു. എന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും അത് എന്നോട് ചേർന്ന് അവർ സംസാരിച്ചപ്പോ എനിക്കൊത്തിരി സന്തോഷം തോന്നി. അങ്ങനെ അന്നേരം ഞങ്ങൾ പറയുന്ന പ്രാർത്ഥനാ വാചകം ചൊല്ലിത്തരാം, ചൊല്ലാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവര് പറഞ്ഞു തന്ന പ്രാർത്ഥനാ വാചകങ്ങൾ ചൊല്ലി അന്ന് ഞാൻ അവിടെ വെച്ച് എന്റെ കർത്താവിനെ എന്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്ന് ഞാൻ 2007
2007 ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി. ഒരു മാസങ്ങൾ കഴിഞ്ഞു. ഒരു 3-4 മാസങ്ങൾക്ക് കഴിഞ്ഞപ്പോഴാണ് എന്നോട് ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും, എനിക്കിഷ്ടമാണ്, പ്രാർത്ഥനയ്ക്ക് പോകും, അങ്ങനെ പോകും. പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിലാണ് എനിക്ക് സ്നാനപ്പെടണം എന്നുള്ളത് എന്റെ ഹൃദയത്തിലെ സ്വയം എന്നോട് എനിക്ക് തോന്നിയത്. അല്ലാതെ ദേവദാസന്മാരാരും എന്നെ നിർബന്ധിച്ചില്ല. ഞങ്ങളുടെ ചർച്ച വരുന്നതല്ലേ, അതുകൊണ്ട് സ്നാനപ്പെട്ടേ പറ്റുമെന്ന് ഇവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ഹൃദയത്തിലെ ഒരിക്കല് എന്നോട് എനിക്ക് തോന്നി കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാം. കുറെ പേര് സ്നാനപ്പെടുവാനായിട്ട് തീരുമാനമെടുത്തപ്പോ ഞാൻ പറഞ്ഞ് എനിക്ക് സ്നാനപ്പെടുവാനായിട്ട് താല്പര്യമാണ് പാസ്റ്റർ എന്ന് ഞാൻ പാസ്റ്ററോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ കർത്താവിനെ ജലത്തില് സാക്ഷീകരിച്ച് സ്നാനമേൽക്കുവാന്, അതിനുശേഷം അഭിഷേകം പ്രാപിക്കാനും ഒക്കെ ഇടയായി തീർന്നു. IPC സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് അതുവരെ ഞാൻ മുമ്പോട്ട് പോന്നു. എന്റെ ഹസ്ബൻഡ് പിന്നീട് തിരിച്ചു വന്നത്, എന്റെ മോന് 2 വയസ്സായപ്പോഴാണ് ഹസ്ബൻഡ് തിരിച്ചു വന്നത്. തിരിച്ചു വന്നെങ്കിലും അദ്ദേഹം വേറെ വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. വേറെ വിവാഹം കഴിച്ചു. എന്നാൽ ഒത്തിരി എതിർപ്പ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ എന്നോട് പറഞ്ഞു, നീ അവന്റെ വീട്ടിലാണ് ജീവിക്കേണ്ടത്, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട്, ഞങ്ങള് വരാം, ഒപ്പം വരാം എന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തിടത്തോളം കാലം ഞാനേ എന്റെ കുഞ്ഞുമായിട്ട് അദ്ദേഹത്തിന്റെ അരികെ പോയിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റുള്ളവരെ എത്ര നിർബന്ധിച്ച് ഞാൻ അവിടെ പോയാലും നാളെ എന്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കുമല്ലോ. ഒരു അപ്പൊ എന്നോട് പറഞ്ഞു കേസ് കൊടുക്ക, നമുക്ക് കുഞ്ഞിന് ചെലവിനുള്ളത് കിട്ടും എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നതിലുപരി എന്ന് പറയുന്നത് ഒരു ഭർത്താവിന്റെ കരുതലും സ്നേഹവും ഒരു പിതാവിന്റെ കരുതലും സ്നേഹവും കിട്ടാത്തിടത്തോളം കാലം നമ്മള് പണം മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കേസിനും വഴക്കിനും ഒന്നും ഞാൻ ഇല്ല. അങ്ങനെ ഞങ്ങളുടെ ബന്ധം അവിടെ വെച്ച് ഞങ്ങള് പിരിയുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെതായ വഴിക്ക് പോയി. കേസിനോ വഴക്കിനോ ഒന്നും പോയില്ല, ഞങ്ങൾ ഒന്നിനും പോയില്ല. അതിനുശേഷമാണ് ഞാൻ 2ാമത് വിവാഹം കഴിക്കുന്നതും. പ്രതികൂലങ്ങളുടെ മധ്യത്തില് എന്റെ മാതാപിതാക്കള്, എന്റെ മാതാവ് രക്ഷിക്കപ്പെട്ട മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവർക്കാർക്കും അങ്ങോട്ട് ഈ പെന്തക്കോസ്തിൽ വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ ആഭരണമൊക്കെ ഊരണം, അതാണ് മെയിൻ എന്ന് പറയുന്നത്. ആഭരണം ഊരുക എന്നുള്ളതാണ് എല്ലാവരുടെയും മെയിൻ ഒരു പ്രശ്നം. അപ്പം അമ്മയ്ക്ക് ശാരീരികമാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അമ്മയ്ക്ക് അത്ര താല്പര്യമല്ല. പറയും, നിങ്ങൾ വിളിക്കുന്ന ദൈവത്തെ തന്നെയാണ് ഞാനും വിളിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പം, ദൈവം ഒന്നേ ഉള്ളൂ, നിങ്ങൾ വിളിക്കുന്ന ദൈവത്തെ തന്നെയാണ് ഞാനും വിളിക്കുന്നത്, അതുകൊണ്ട് എന്നെ ആരും കൊണ്ടുപോകാൻ നോക്കണ്ട എന്നാണ് പറയുന്നത്. പറയാം, ഓക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നു. ഒരിക്കലും ഇതുപോലെ അമ്മയ്ക്ക് കാലിന് വേദന വന്നിട്ട് നടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യാത്ത അവസ്ഥ. ഞാനും എന്റെ സഹോദരനും കൂടി എടുത്തോണ്ട് ബാത്റൂമിൽ പോകും. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, എടി നീ പോകുന്ന പള്ളിയിൽ ഞാനും വരുവായിരുന്നു, ഞാനും വരട്ടെ, എന്നെ കൂടെ കൊണ്ടുപോകാവോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു സന്തോഷം, കാരണം ഇത്രയും നാൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അമ്മയ്ക്ക് സമ്മതമല്ലായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയും കൊണ്ട് പോയി. ചർച്ചിൽ പോയി അമ്മയെ ആരാധനയ്ക്കൊക്കെ വന്നു. ഇപ്പം ഭവനത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു. ശാരീരികമാകുന്ന ബലഹീനതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെയും അമ്മയ്ക്ക് സന്തോഷത്തോടെ ഞങ്ങളോടൊപ്പം. എന്നാലേ എന്റെ പിതാവ് ഇതുവരെയും, പിതാവുണ്ട്, ഒരു സഹോദരനുണ്ട്, സഹോദരി, അവരുടെ കുടുംബം, ഇവരെല്ലാരും വിശ്വാസത്തിലേക്ക് വരേണ്ടതുണ്ട്. എന്നാൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറി ഇപ്പൊ എല്ലാവർക്കും നല്ല അനുകൂലമാണ്. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം വന്ന് എല്ലാവരും അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പ്രതിഷേധങ്ങളോ ഭവനത്തിലൊരു പ്രാർത്ഥന വെക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന വെക്കാതെ പറ്റത്തില്ലായിരുന്നു. പ്രാർത്ഥന വന്ന പാസ്റ്റർമാരൊക്കെ വരുമ്പം അവർക്ക് എതിരായിട്ട് സംസാരിക്കുമായിരുന്നു. എന്റെ സഹോദരൻ എന്ന് പറയുന്നത് BJP-ക്കാരനായിരുന്നു. അപ്പം അതുപോലെ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പോൾ BJP-ക്കാർ വരും. അവര് വന്നേച്ച് ഭയങ്കര പ്രശ്നങ്ങൾ, മതപരിവർത്തനമാണെന്നും പറഞ്ഞാണ് വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ അമ്മയുടെ വിഷയം വന്നപ്പോൾ സഹോദരന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവേ അവൻ മാറിയിട്ട് അവന്റെ ആ എതിർക്കുന്ന സ്വഭാവം അവന്റെ ഭാഗത്ത് നിന്ന് മാറി. അപ്പൊ അവൻ എന്തെങ്കിലും വിഷയം വരുമ്പോൾ അവൻ പറയും നിങ്ങളുടെ ഒരു പ്രാർത്ഥന അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതെന്ന്
അദ്ദേഹം പറയുവാനിടയായി തീർന്നു. അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പറയുക മാത്രമല്ല, ആ ഒരു അനുഭവത്തിലേക്കും കൂടെ അവൻ വരണം. ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്റെ മോന് ഇപ്പൊ ഈ 27 വയസ്സായി എന്ന് ഞാൻ പറഞ്ഞു. അവനെ ചർച്ചിലെ ഞങ്ങളുടെ ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് മിനിസ്ട്രി കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ജോലി ഉണ്ടായിരുന്നു, എന്നാൽ അവൻ ആ ജോലിയെല്ലാം ഇപ്പം കർത്താവിന്റെ വേലയിൽ ആയിരിക്കുകയാണ്. എന്റെ മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്നാൽ ഹസ്ബൻഡ് പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ വന്നിട്ടില്ല, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചില മദ്യപാനം ഉണ്ട്, അതൊക്കെ ഒന്ന് മാറി ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം, ആഗ്രഹം എന്ന് പറയുന്നത്. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു സഹോദരി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവളെ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. അവര് കർത്താവിന്റെ പേരുള്ള ബന്ധത്തില് ബറോഡ എന്ന് പറയുന്ന സ്ഥലത്ത്, ഗുജറാത്തിലെ ബറോഡ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ സുശേഷ വേലയിലായിരിക്കുന്നു. ഞാൻ ഇവിടെ റഷ്യയിൽ വരുവാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ 2 വർഷക്കാലം ഞാൻ സിംഗപ്പൂരിന്റെ പ്രദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ ചിലപ്പോൾ എനിക്ക് തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് ടിക്കറ്റ് എടുത്ത് കയറി പോരേണ്ട സാഹചര്യം വന്നു. ഞാൻ നാട്ടിലേക്ക് വന്ന് ചർച്ചിലെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ച് എൻ്റെ ഒരു ദേവദാസൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് തന്നെ ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, ഭാഷ അറിയാൻ വയ്യാത്ത ഒരു രാജ്യത്തേക്ക് നിന്നെ അയക്കുമെന്ന്. അപ്പൊ ഞാനപ്പോ ഭാഷ അറിയാത്ത ഒരു രാജ്യത്തേക്ക്, എനിക്ക് ഒരു ഭാഷയും അറിയത്തില്ല. അപ്പൊ ഞാൻ ഏത് രാജ്യത്ത് പോയാലും എനിക്ക് ഭാഷ അറിയാത്ത രാജ്യം തന്നെയാണ്. അപ്പൊ ഭാഷ അറിയാത്ത രാജ്യം എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ അങ്ങ് ചിരിച്ചു. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ഞാൻ ചിരിച്ചു. ഭാഷ അറിയാത്ത രാജ്യം എന്ന് പറയുമ്പോൾ മലയാളം മുക്കിയും മൂളും സംസാരിക്കുന്ന ഞാൻ എവിടെ ചെന്നാലും എനിക്കറിയാൻ വയ്യാത്ത ഭാഷയാണല്ലോ. അതുകൊണ്ട് ഏത് രാജ്യത്ത് ചെന്നാലും എനിക്ക് ഒരുപോലല്ലേ ഉള്ളൂ എന്നോർത്ത് ഞാൻ അങ്ങ് ചിരിച്ചു. ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ബഹറിലെ ഒരു ഹോസ്പിറ്റലിലെ ജോലി കിട്ടി. അവിടെ പോകാനായിട്ട് ഞാൻ തയ്യാറെടുത്ത് ഇന്ന് നാട്ടിലെ ജോലി നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ജോലി അത് റിസൈൻ ചെയ്തിട്ട് ബഹ്റിന് പോകാനെല്ലാം ശരിയായി. എയർപോർട്ടിൽ ചെന്നു. ഞാൻ എമിഗ്രേഷൻ എല്ലാം ബോഡി പാസ് എല്ലാം എടുത്ത് അകത്ത് കയറി. എമിഗ്രേഷന് ചെന്നപ്പോൾ വിസ മെസ്സേജ് വന്നില്ല. അത് കാരണം ഇവർ കയറ്റി വിടുകയില്ല. ഇവർ പറഞ്ഞു വിസ മെസ്സേജ് വരാതെ കയറ്റി വിടുകയില്ല. ഈ ഒരു ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നതിന് ഒരു 2 മണിക്കൂർ മുൻപ് വരെ വെയിറ്റ് ചെയ്തു. ഏതായാലും മോൾ അവിടെ ഇരിക്കുന്ന ആള് നോക്കട്ടെ, വന്ന അന്നേരം തന്നെ കയറ്റി വിടാമെന്ന്. പക്ഷെ വന്നില്ല. ഞങ്ങള് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം എല്ലാം റെഡിയായി കയറി പോരാൻ പറഞ്ഞു. പക്ഷെ എന്റെ വീട്ടിലെ പറഞ്ഞു, ഇനിയും നീ പോകണ്ടെന്ന് പറഞ്ഞു. എന്റെ മോനും പറഞ്ഞു, അമ്മ ഇനിയും പോകണ്ട, ഇത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് ഇനിയും പോകണ്ടെന്ന് പറഞ്ഞു. ആ പോക്ക് അവിടെ ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഇവിടുത്തെ ഡോക്ടറുടെ ഒക്കെ ഒരു ക്ലിനിക്ക് നാട്ടിലുണ്ട്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഡോക്ടറമ്മ ഇതുപോലെ ഇങ്ങനെ ഒരു ഡോക്ടറമ്മയുടെ മോനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. മോനും മരുമോളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം പറഞ്ഞു, മോനെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. എന്റെ അമ്മയോട് പറഞ്ഞു, എടി മോളെ ഞാൻ മോന്റെ കൂടെ വിടുക എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, എടി ഡോക്ടറമ്മ പറഞ്ഞു ഇതുപോലെ നിന്നെ മോൻ ഇതുപോലെ നിനക്ക് വേണ്ടിയിട്ട് ജോലി ശരിയാക്കുന്നുണ്ട്, നിന്നെ കൊണ്ടുപോകുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എന്തോ വർത്താനം, പുള്ളി എവിടെയാ ജോലി ചെയ്യുന്നത്? വലിയ ഏതാണ്ട് രാജ്യത്താ ജോലി ചെയ്യുന്നത്. എവിടാന്ന് വലിയ ഏതോ ഒരു രാജ്യം അമ്മ, നമുക്ക് അവിടെ ഒന്നും സ്വപ്നം പോലും കാണാൻ പറ്റിയല്ല. അവിടെ എങ്ങനെ എത്തിപ്പെടുമെന്ന് അമ്മ ഡോക്ടറമ്മ ചുമ്മാ പറഞ്ഞത്. അമ്മ അതൊന്നും വിശ്വസിക്കുകയൊന്നും ചെയ്യരുതേന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ അനിയൻ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചിയുടെ പാസ്പോർട്ടും ഒക്കെ എനിക്കൊന്ന് കൊണ്ട് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കൊണ്ടു കൊടുത്തു. ഒറ്റ ഒരാഴ്ച കൊണ്ട്, എനിക്കറിയത്തില്ല, ഇന്നും എനിക്കറിയത്തില്ല, അത് എന്തോ 5 പൈസ ചെലവില്ലാതെയാണ് എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് ക്രമീകരിച്ചത്. അപ്പൊ ഞാൻ അന്നേരം വെറുതെ അന്ന് ദൈവം പറഞ്ഞ ആ ഒരു അന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന, ഭാഷ അറിയാൻ വയ്യാത്തൊരു, ഇവിടെ വന്നപ്പോ ഇംഗ്ലീഷ് പോലും സംസാരിക്കത്തില്ല ആൾക്കാര്. റഷ്യക്കാര് റഷ്യൻ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ മലയാളികളൊക്കെ ഉള്ളത് കൊണ്ട് അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് പോലും അപ്പോഴാണ് ഞാൻ അന്നത്തെ ആ ദൈവത്തിന്റെ ആ ദൈവം പറഞ്ഞിരുന്ന ആ കാര്യം ഓർത്തത്. ഭാഷ അറിയാത്ത ഒരു രാജ്യത്ത് നിന്നെ അയക്കുമെന്ന് പറഞ്ഞപ്പോഴേ ഇന്നും എനിക്ക് അത്ഭുതമാണ് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. പിന്നെ ഞാൻ പാട്ട് എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്കറിയാം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ ഒറ്റയ്ക്കൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സാഹചര്യം നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകളും ഒക്കെ കയറി വരും. അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്ന സമയങ്ങൾ പണ്ട് മുതലേ എനിക്ക് വായിക്കുക എന്നുള്ള ഒരു ശീലമുണ്ട്. എന്ത് കൈ കിട്ടിയാലും വായിക്കണം.
ഞാൻ രാത്രിയിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരുന്ന് വായിക്കും. അങ്ങനെയുള്ള സ്വഭാവമൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിലപ്പോ മനസ്സിന് വല്ലാതെ പ്രയാസങ്ങൾ വരുമ്പോ ഇങ്ങനെ പാട്ടുകള് പാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ പാട്ടുകാർ, എനിക്ക് പാടാനൊന്നും അറിയത്തൊന്നുമില്ല. എന്റെ പാട്ടിനെല്ലാം ഒരു ട്യൂണ് തന്നെയാണ്, എല്ലാ പാട്ടിനും ഒരു ട്യൂണാണ്. പിന്നെ ഞാൻ പാടുമ്പോ പറയും, എന്റെ പാട്ടും കേൾക്കുന്നു, ഞാനൊരു വഴിക്ക് പോകും, പാട്ടൊരു വഴിക്ക് പോകും, കേൾക്കുന്നവർ വേറെ. ഈ നാല് വഴിക്കാണ് ഞാൻ എപ്പോഴും പറയും. എന്റെ മോൻ എന്നോട് പറയും, അമ്മ എന്ത് കാര്യം വേണേലും ചെയ്തോ, പക്ഷെ പാട്ട് മാത്രം പാടരുതേ എന്ന് പറയും. കാരണം അത്ര താളബോധമാണ് എന്റെ പാട്ടിനെന്ന് പറയുന്നത്. എല്ലാ പാട്ടിനും ഒരേ ട്യൂണാണ്. എന്ത് വേണേലും അമ്മ ചെയ്തോ, പാടുക മാത്രം ചെയ്യല്ലേ അമ്മയെന്ന് പറയും. അങ്ങനെയാണ്. പക്ഷെ എന്നാലും നമ്മള് പാട്ടെന്ന് പറയാം, ഞാൻ പറയാം, ഒരു മനുഷ്യൻ നമ്മള് പറഞ്ഞു തരുന്ന വാക്കിനേക്കാൾ ചിലപ്പോൾ ഒരു പാട്ട് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആശ്വാസമാണ്. ഞാൻ അങ്ങനെ ഈ പാട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു പാട്ട്. പക്ഷെ അതിന്റെ ട്യൂൺ എനിക്ക് ശരിക്കും, ഞാൻ എഴുതിയ പാട്ടാണെങ്കിൽ എനിക്ക് ശരിക്ക് ട്യൂൺ അറിയത്തില്ല. അതിന്റെ ഒരു 2 വരി പാട്ട് ഞാൻ പാടാം. ഒരിക്കൽ ഞാൻ എത്തി ജീവന്റെ ഉറവിൽ, ഒരിക്കലും വറ്റാത്ത നീരുറവിൽ. ഒരിക്കൽ ഞാൻ എത്തി ജീവന്റെ ഉറവിൽ, ഒരിക്കലും വറ്റാത്ത നീരുറവിൽ. പാനം ചെയ്തു ഞാൻ മതിയാകുവാനും, പാനം ചെയ്തു ഞാൻ മതിയാകുവാനും, ദാഹിക്കില്ലിനി ഒരു നാളിലും, ദാഹിക്കില്ലിനി ഒരു നാളിലും. ഒരിക്കൽ ഞാൻ എത്തി ജീവന്റെ ഉറവിൽ. അനുഗ്രഹിക്കപ്പെട്ട അങ്ങനെ ഒരു ഗാനം ഞാൻ എഴുതി. എന്നാലേ ഇത് റിലീസ് കുറെ നാളായി ഞാൻ ഡയറിയിലൊക്കെ എഴുതി വെച്ചുവെങ്കിലും നമുക്ക് പാടാൻ അറിയത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ ഞങ്ങളെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ഗായകനാണ് ജയദാസ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ. അദ്ദേഹം എന്നോട് ചോദിച്ചു, സിസ്റ്ററെ പാട്ട് പാടുക. ഞാൻ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് പാട്ട് പാടുമോ എന്ന് ചോദിക്കരുത്, പാട്ട് എഴുതുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ പാട്ടായിട്ടൊന്നും എഴുതുകയല്ല, എന്തെങ്കിലുമൊക്കെ ഹൃദയത്തിൽ തോന്നുന്നത് ഇങ്ങനെ കുത്തിക്കുറിച്ച് വെക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നോട് അങ്ങനെ എഴുതിയ എന്തെങ്കിലും ഉണ്ടോ, ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഈ പാട്ട് കൊടുത്തു. എന്താ പറഞ്ഞു, സിസ്റ്റർ മനസ്സിൽ വരുന്ന ഒരു ട്യൂൺ ഒന്ന് പാടാമോ. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മൂളിക്കൊണ്ട് നടക്കുന്ന ആ ഒരു ട്യൂണ് വെച്ച് ഞാൻ അദ്ദേഹത്തിന് അത് അയച്ചു കൊടുത്തു. 2022 ആ ഗാനം റിലീസ് ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കി. പിന്നെ ഗാനങ്ങളൊക്കെ പിന്നെ എഴുതിയിട്ടുണ്ടെങ്കിലും അത് പതിയെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മുമ്പോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, എന്റെ വീട് ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും എന്റെ വീട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പൊക്കോ, ഇവിടെ താമസിക്കാൻ പറ്റുകയല്ല, ഇറങ്ങിപ്പോക്കും. ഞാൻ ചർച്ചിൽ പോകുന്ന സമയത്ത് വീട്ടിൽ ചർച്ച നടക്കും. എന്ന് വെച്ചാൽ അവള് ഞാൻ വൈകിട്ട് ഇവിടെ വരുമ്പോ ഇവിടെ കാണരുത്, ഇവിടുന്ന് പൊക്കോണം എന്ന് പറയും. അങ്ങനെ വീട്ടിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കും. ഞാൻ വന്നു കഴിയുമ്പോഴേ പറയും ഇതുപോലെ വീട്. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അവൾക്ക് കൊടുക്കാനുള്ള വീതമൊക്കെ കൊടുത്തേച്ച്, അവള് വീടിന് വേണ്ടി മുടക്കിയ കാശൊക്കെ ഉണ്ട്, അത് കൊടുത്തേച്ച് അവളെ അങ്ങ് ഇറക്കി വിട്ടോ എന്ന് പറയുവാനായിട്ട് ഇടയായി തീരുമാനിച്ചു. എന്നാലേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു പോയപ്പോഴേ ഇളയ അനിയത്തിയുടെ വിവാഹം വന്നപ്പോൾ എങ്ങനെ വിവാഹം നടത്തണമെന്ന് അറിയത്തില്ല. അന്നേരം ഈ വസ്തു കൊണ്ട് പണയം വെച്ചേച്ച് അനിയത്തിയുടെ വിവാഹം നടത്തിയ ശേഷം ലോണ് തിരിച്ചടയ്ക്കുവാൻ ആർക്കും നിവൃത്തിയില്ലാതെ വന്നപ്പോ എന്നോട് പറഞ്ഞു, നീ ലോൺ അടയ്ക്കൂ. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാനും തരാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഏറ്റവും പ്രതികൂലമായിട്ട് നിന്ന എന്റെ അനിയത്തിയാണ്, കൊച്ചനിയത്തിയാണ് ഏറ്റവും പ്രതികൂലമായിട്ട് എനിക്ക് നിന്നത്. അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ യുദ്ധമൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് നാട്ടിലോട്ട് പൈസയൊന്നും അയക്കാനും പറ്റാത്ത സാഹചര്യം വന്നപ്പോഴേ വീട് ജപ്തിയായി. ഒരാഴ്ചക്കുള്ളിൽ വീട് ജപ്തിയാകും എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അമ്മ വിളിച്ചേച്ച് പറഞ്ഞു, എനിക്ക് കൊച്ചെ ഇതുപോലെ വീടിന് ജപ്തി വന്നു, ഒരാഴ്ചക്കുള്ളിൽ പൈസ അടയ്ക്കണം എന്നാ പറഞ്ഞേക്കുന്നത്, എന്തോ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇവിടെ നമ്മുടെ ഡോക്ടർമാരോടും എല്ലാവരോടും സംസാരിച്ചപ്പോ പറഞ്ഞു, ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഇപ്പൊ നമ്മുടെ അങ്ങനെ വലിയ സമ്പാദ്യമൊന്നും ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അന്നേരമാണ് ഡോക്ടർമാര് പറഞ്ഞത്, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞ്
അദ്ദേഹം അന്നേരം തന്നെ ബാങ്കിലെ നേരിട്ട് തന്നെ പൈസ അടച്ചു, ജപ്തി ഒഴിവാക്കി. മാസം അദ്ദേഹം പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മള് വിചാരിക്കുന്നതിന്റെ അപ്പുറത്ത് ദൈവം, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. അങ്ങനെയാണ് ദൈവം ഇതുവരെയും ഓരോ കാര്യങ്ങളും ദൈവം നടത്തിയത് അപ്രകാരമാണ്. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മാറി ഇന്ന് എല്ലാം ദൈവം എനിക്ക് അനുകൂലമാക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് 100% എനിക്ക് പറയാൻ പറ്റും, ഈ ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ ഈ രാജ്യത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നുവെങ്കിൽ എന്റെ ഒരു യോഗ്യതയുമല്ല. എനിക്ക് പറയാൻ യാതൊരു കുടുംബം മഹിമയില്ല, വിദ്യാഭ്യാസ യോഗ്യതയോ സൗന്ദര്യം യാതൊന്നും ഇല്ല. പിന്നെ എനിക്ക് എന്റെ ദൈവം എന്നെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് ധൈര്യത്തോടെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ പാട്ടുകാരൻ പറയുന്നത് പോലെ അന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ ചെന്നൈ ഞാൻ വൻ നരകമതിൽ എന്നുള്ള പാട്ട് പോലെ അന്ന് ഞാൻ മരണത്തെ കുറിച്ച് ചിന്തിച്ച് അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ പക്ഷെങ്കിൽ ഇന്ന് എനിക്ക് ഈ അനുഭവിക്കുന്ന സ്വർഗീയ സന്തോഷമൊന്നും അനുഭവിക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. പക്ഷെങ്കിൽ നീ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു, ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു, നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം എന്നെ കണ്ടത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ഇന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് നിൽക്കുവാന് സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവം എന്നെ നേരത്തെ കണ്ടതുകൊണ്ട്, സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചല്ല ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമെന്ന്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല. എങ്ങനെ നമുക്ക് യാതൊരു കഴിവുമില്ലാത്ത നമ്മളെ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കും? അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് ഞാൻ നിൽക്കുന്നെങ്കിൽ എനിക്ക് വളരെ അഭിമാനം തോന്നും. കാരണം അത് എന്തുകൊണ്ടാണ് എന്റെ കർത്താവിനെ അറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് ആയിരങ്ങളെ കേൾക്കുന്നതായ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് അവസരം കിട്ടിയെങ്കിൽ അതെന്റെ ദൈവത്തിന്റെ കരുതലാണ്, ദൈവത്തിന്റെ ആ സ്നേഹമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. രാത്രിയുടെ യാമങ്ങളിലൊക്കെ കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ പലപ്പോഴും ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഐസിയുവില് ഞാൻ നിൽക്കുന്ന സമയത്ത് എല്ലാവരും വിധി എഴുതി, കുഞ്ഞു മരിച്ചെന്ന് വിധി എഴുതിയപ്പോഴാണ് ഐസിയുവില് ഞാൻ നിൽക്കുമ്പോൾ എല്ലാവരും കരയുമ്പോൾ എനിക്ക് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നില്ല. പക്ഷെങ്കിൽ അവനെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് എനിക്ക് അന്ന് എന്റെ ഹൃദയത്തിൽ ഓടി വന്ന ഒരു പാട്ടാണ്, രാത്രിയും യാമങ്ങളിൽ കണ്ണുകൾ നനഞ്ഞിടുമ്പോൾ എന്തിന് കരയുന്നെന്ന് ചോദിക്കുവാൻ യേശു മാത്രം, ഈ ഒരു യാത്രയിൽ നിന്നെ ഞാൻ തനിയെ വിടുകയില്ല എന്നുള്ള ആ ഒരു ഗാനം എന്റെ ഹൃദയത്തിലേക്ക് ഇന്നും എപ്പോഴും ഞാൻ പാടുന്ന ഒരു ഗാനമാണ്. ആ ഒരു ഗാനം രാത്രിയുടെ യാമങ്ങളിൽ പലപ്പോഴും ഒരു ആശ്വാസത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ ചുറ്റുപാടുമൊക്കെ നോക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ പലരും നമ്മുടെ കൂടെ കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുമെങ്കിലും പക്ഷേ ചില സാഹചര്യങ്ങൾ നമ്മളേറെ വിശ്വസിക്കുന്നവർ പോലും നമ്മളെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏറെ പ്രിയപ്പെട്ടവരെന്ന് നാം കരുതുന്നവരും നമ്മളെ ചേർത്ത് നിർത്തുമെന്ന് കരുതുന്നത് പലവരും ചില സാഹചര്യം നമ്മളെ വിട്ട് കടന്നു പോകും, മാറിപ്പോകും. ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പം പലപ്പോഴും ഞാൻ ചിന്തിക്കും, ദൈവമേ ആരാണ് എനിക്കൊരു ആശ്രയമായിട്ടുള്ളത്, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ ദൈവം എന്നോട് പറഞ്ഞ കാര്യമാണ്, യോസേഫിനെ പോലെ ദൈവം ഹാഗറിന്റെ നിലവിളി കേട്ട ദൈവം, ആ ദൈവം നിന്നെ വിളിച്ചതൊക്കെ ദൈവം വിശ്വസനാണ്, ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല എന്ന് പലപ്പോഴും ആ ദൈവത്തിന്റെ ഇമ്പമാർന്ന ശബ്ദം പലപ്പോഴും എന്റെ ജീവിതത്തില് എനിക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരിൽ നിന്നുണ്ടാകുന്നതായ ആ ഒരു ആശ്വാസവാക്കിനെ പോലും പലപ്പോഴും എന്നെ ആശ്വാസിപ്പിച്ചിട്ടുള്ളത്, എന്നെ ബലപ്പെടുത്തിയിട്ടുള്ളത് എന്റെ ഈ കർത്താവിന്റെ ശബ്ദമാണ്. രാത്രിയുടെ യാമങ്ങളില് പലപ്പോഴും എഴുന്നേറ്റിരുന്ന് കണ്ണുനീരോടെ ദൈവസ്ഥിതി ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ, മുമ്പോട്ടുള്ള എന്റെ ജീവിതം എന്താകുമെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് ആശ്രയം ആരുമില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ കടന്നു പോകണമെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ പലപ്പോഴും കണ്ണുനീരിന്റെ ഞാൻ സാക്ഷ്യം പറയാൻ എഴുന്നേൽക്കുമ്പോ എന്റെ ചർച്ചിലെ സഹോദരിമാർ ആന്റിമാര് പറയുമായിരുന്നു, കണ്ണുനീർത്തുള്ളി എഴുന്നേറ്റു എന്ന് പറയായിരുന്നു. കാരണം പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ധാരധാരയായി ഒഴുകുമായിരുന്നു. കണ്ണുനീർത്തുള്ളി സാക്ഷ്യം പറയാൻ എഴുന്നേറ്റു എന്ന് പറയുന്നു. അപ്പൊ ഇന്നിപ്പോ എല്ലാരും എന്നെ വിളിക്കും ചിരിക്കുടുക്കെന്ന് വിളിക്കും. കാരണം
അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നത് എന്ന് പറയുന്നത് എൻ്റെ കർത്താവിന്റെ ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ്. ആരും ആശ്രയമില്ലാതെ മുമ്പോട്ട് പോകുമ്പോഴേ നമുക്ക് എവിടെയാണ് ഒരു ആശ്രയം എന്ന് പലപ്പോഴും നമ്മൾ തപ്പി തടയുമ്പോഴേ കിട്ടുന്ന ഒരു ആശ്വാസമാണ് ആ കർത്താവിന്റെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്, ആ കരുതൽ എന്ന് പറയുന്നത്. എന്റെ ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്ന്, എന്റെ മോനെ തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ലോ. മെഡിക്കൽ സയൻസ് വിധി എഴുതി അവൻ മരിച്ചു പോയെന്ന് വിധി എഴുതിയതാണ്. എന്നാൽ അവിടെ എന്റെ ദൈവം എന്നെ മാനിച്ച് ദൈവം എനിക്ക് തന്ന വാഗ്ദത്തം നിവർത്തിയാക്കുവാനായിട്ട് ഇടയായി തീർന്ന് ഇന്ന് വളരെ സന്തോഷം ഞാൻ അനുഭവിച്ചുള്ളൂ. ഒത്തിരി സന്തോഷം എനിക്ക് എന്റെ അനുഭവ സാക്ഷി ഞാൻ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ആരെങ്കിലും എന്നോട് ചോദിക്കുമ്പോൾ പലരും എന്നെ വിളിക്കാറും സംസാരിക്കാറും ഉണ്ട്. അപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് ആദ്യമൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിച്ചിട്ട് ഞാൻ ചോദിക്കും, ദൈവം ജീവിതത്തിലെ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ എന്റെ അനുഭവ സാക്ഷി ഞാൻ പങ്കുവെച്ചേച്ച് ഞാൻ പറയും, ഇത്രയും ദൈവം എന്നെ നടത്തിയെങ്കിലേ നിങ്ങളെ ദൈവം നടത്തുവാൻ ശക്തനാണ്. ഞാൻ മരണം തെരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ എന്റെ ദൈവം എനിക്ക് തന്ന, നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എല്ലാം ഒന്നും പ്രതിസന്ധികളല്ല. നമുക്ക് തോന്നും ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഇതിനെ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നും. പക്ഷെങ്കിൽ പിന്നത്തേതിൽ അതിന്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അങ്ങനെയാണ് ജെസ്സിയാൻറ്റി എന്നോട് പറഞ്ഞ പ്രവസസിന്റെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ സാക്ഷ്യത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നത്, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട്, കർത്താവിന്റെ ദാസനുമായിട്ട് സംസാരിപ്പാനും ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിപ്പാനും ഇടയായി തീർന്നതായി വളരെ സന്തോഷം ഇന്ന് ഞാൻ അനുഭവിച്ചിട്ടിരിക്കുകയാണ്. എന്റെ കർത്താവിന്റെ സ്നേഹം ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുവാൻ എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസനോട് സമയം ഞാൻ എന്റെ നന്ദിയെ അറിയിക്കുകയാണ്. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരങ്ങളും എന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ജീവിതത്തിൽ ചെയ്ത ഓരോ ഉപകാരങ്ങളും ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം ഇത്രത്തോളം എന്നെ മാനിച്ചുവെങ്കിലേ ഇനി നടത്തുവാൻ എന്റെ ദൈവം ശക്തനാണ്. അന്ത്യത്തോളം എന്റെ കർത്താവിന്റെ പാദത്തിൽ വിശ്വസ്തയോടെ ആയിരിക്കണം. അത് മാത്രമാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ അതൊക്കെ തന്നെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനൊക്കെയും ദൈവകൃപയിലെ ദൈവസനെ വിശ്വസ്തയോടെ നിൽക്കുവാൻ കുടുംബമായി ദൈവം അനുഗ്രഹിക്കണം. അതാണ് എന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രിയ കർത്താവിന്റെ ദാസനോടും നന്ദി അറിയിക്കുകയാണ്. കർത്താദാസന്റെ ഇങ്ങനെയുള്ള ഈ ശുശ്രൂഷ അനേകർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന തങ്ങളുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാന് പലരും പലരുടെ അനുഭവ സാക്ഷ്യങ്ങളെ പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കാതെ ഇരിക്കുമ്പോഴേ പ്രിയ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി അനേകർക്ക് അങ്ങനെ ഒരു അവസരം കൊടുത്ത് ആ മൂടപ്പെട്ട സാക്ഷ്യത്തെ മറ്റുള്ളവർക്ക് മുമ്പില് തുറക്കുവാന് സമയം വേർതിരിച്ച് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തതിന് വളരെ സന്തോഷം. കർത്താവിന്റെ ദാസന്റെ ഈ പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കട്ടെ. അനേകർക്ക് പിന്നെയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കടന്നു വരാൻ ദൈവം സഹായിക്കട്ടെ. കുടുംബമായി ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെസ്സിയാന്റെ ഈ സമയം ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി ദൈവനാമത്തിലുള്ള നന്ദിയെ വന്ദനത്തെ അറിയിക്കുന്നു. താങ്ക് യു പ്രിയ സഹോദരി ഫെബ സനീഷ്. ഇത്രത്തോളം സമയം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ തിരിഞ്ഞു നോക്കുവാനും അത് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവനാമ മഹത്വത്തിനു വേണ്ടി പങ്കുവയ്ക്കുവാനും കർത്താവ് സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ദുരിത ദുഃഖങ്ങൾ, പട്ടിണിയും പ്രയാസവും നിറഞ്ഞതായ ഒരു ബാല്യം, അവിടെ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്താൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം കാലാകാലങ്ങളായി വഴി നടത്തുവാനിടയായി തീർന്നു. ഏറെ പ്രതിസന്ധികളുടെ നടുവിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും അവിടെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കാതെ, സർവശക്തനായ ദൈവം തൻ്റെ കരം കൂടെയിരുന്ന് കരുതി നടത്തിയ ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ അനുഭവിച്ചറിയുവാൻ, കർത്താവിൻ്റെ മകളായി തീരുവാൻ, ഒരു ദൈവവേദലായി തീരുവാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുവാൻ തക്കവണ്ണം ആമേൻ ദൈവം കൃപ ചെയ്തല്ലോ. ഇടയ്ക്ക്
ഇളയ സഹോദരിയെക്കുറിച്ചൊക്കെ പറഞ്ഞ ചില ഭാഗങ്ങൾ ഓർക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അത് സ്വാഭാവികമാണ്. അതൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തുണ്ടാകുന്ന പിണക്കങ്ങൾ മാത്രം. അതൊക്കെ താൽക്കാലികമാണ്. അത് രക്തബന്ധങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു പിണക്കം മാത്രമേ ഉള്ളൂ. അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ ഇളയ സഹോദരി കേട്ടാലും മറ്റുള്ളവർ കേട്ടാലും അതൊന്നും വലിയ കാര്യമാക്കേണ്ട. അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും ആരും സമൂഹത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരും ആരും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ, അതൊക്കെ താൽക്കാലികമായ ഒരു മാനസിക വൈകാരിക ബന്ധങ്ങളിൽ വരുന്ന വ്യത്യാസം മാത്രമാണ്. അതൊന്നും സാരമില്ല. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഹോദരി കുടുംബം, അതുപോലെ നിങ്ങളുടെ മറ്റ് സഹോദരങ്ങളെല്ലാവരും നല്ല നിലയിൽ വിവിധ ഇടങ്ങളിലൊക്കെ ആയിരിക്കുന്നല്ലോ. രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ ഇനിയും ബാക്കിയുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് അതിലേക്ക് നടത്തട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരിൽ പല പ്രിയപ്പെട്ടവർക്കും ഒരു പക്ഷെങ്കിൽ പ്രിയ സഹോദരിയെ പരിചയമുണ്ടായിരിക്കാം. നിങ്ങൾക്കൊക്കെ ഇന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നമ്മൾ സ്നേഹിതന്മാരായി തീരട്ടെ. ആ ദൈവത്തിന് പ്രിയ മക്കളായി തീരട്ടെ. ആ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരട്ടെ. നമ്മുടെ ആയുസ്സും അവസരങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. അതിനായി നമുക്ക് ഒരുങ്ങാം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ദൈവത്തിന് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്നിടത്ത് നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ഫേബ സഹോദരി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കും. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ സമയം കർത്താവെ പ്രിയ കർത്താവിന്റെ ദാസനോടൊപ്പം അരോമ TV ചാനലിലൂടെ കർത്താവെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് അടിയനും അവസരം തന്നല്ലോ. കർത്താവെ, കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവിന്റെ ആ മാധുര്യം അനുഭവിച്ചറിയുവാനും ഇടയായ സാഹചര്യങ്ങളും കർത്താവ് നടത്തിയ വഴികളും വിധങ്ങളും ഒക്കെയും പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുവാൻ കർത്താവിന്റെ ദാസന്റെ ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ അവസരം നൽകിയല്ലോ. ഇന്ന് കർത്താവെ അടിയനെ കേട്ടുകൊണ്ടിരിക്കുന്നതായ അനേക പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വിവിധങ്ങളാകുന്ന ഭാരങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ കാണും. കർത്താവെ, ഒരു നിമിഷമെങ്കിലും ഈ ലോകത്തില് ജീവിക്കണ്ട എന്ന് തോന്നുന്നതായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവര് കർത്താവെ സ്തോത്രം കാണും. എന്നാൽ ഹല്ലേലൂയ, ആ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളോടൊക്കെ കർത്താവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്നേഹം ഓരോ ഹൃദയങ്ങളിലും അനുഭവിച്ചറിയുവാൻ കർത്താവെ ഇടയാക്കുമാറാകണം. കർത്താവ് തന്നിരിക്കുന്നതായ ആ ആയുസ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറി കുലക്കളത്തിൽ ഞങ്ങൾക്ക് വേണ്ടി തന്റെ ജീവനെ തന്ന മരണത്തിന് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ പാപത്തിന്റെയും ശാപത്തിന്റെയും പരിഹാരത്തിന് വേണ്ടി കാൽവറി കുലക്കളത്തിൽ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവ്, എനിക്ക് വേണ്ടിയാണ് എന്റെ കർത്താവ് മരിച്ചതോ. ആ കർത്താവിനെ പിൻപറ്റുവാൻ ഒരു അവസരം കർത്താവെ ഓരോ പ്രിയപ്പെട്ടവർക്കും അവിടുന്ന് ഒരുക്കുമാറാകണമേ. കർത്താവെ, ലോകത്തിലെ കർത്താവെ സ്തോത്രം, എനിക്ക് വേണ്ടി മരിക്കുവാൻ ആരും തയ്യാറാകാതിരുന്നപ്പോൾ എനിക്ക് വേണ്ടി എന്റെ പാപത്തിന് വേണ്ടി എന്റെ ശാപത്തിന് വേണ്ടി സ്വയം ക്രൂശിക്കപ്പെട്ട കർത്താവ് ഈ കർത്താവിനെ പിൻപറ്റുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും അവിടുന്ന് ഇടയാക്കുമാറാകണം. നാഥ, ഓരോ ഹൃദയങ്ങളോടും കർത്താവ് ഇടപെടുമാറാകണം. ഈ നിത്യ സ്നേഹത്താൽ പ്രിയപ്പെട്ടവരെ അവിടുന്ന് നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കേൾക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, അതോടൊപ്പം തന്നെ കർത്താവിന്റെ ദാസരെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം നാഥ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി പ്രിയ ഫെബ സിസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവ സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഇത്രത്തോളം സമയം വേർതിരിച്ചതിന് പ്രിയ സഹോദരിയുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം പിന്നെ സഹായിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തന്ന് ദൈവനാമത്തിന് നിലകൊള്ളട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിടത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് ചെയ്ത് വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.
ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com